നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര. ഭഗവാന്റെ ലീലാവർണ്ണനയാണ് ആചാര്യൻ വേണുഗീതം വരെ വായിച്ച് നിർത്തിയിരിക്കുന്നു. മനസ്സിനെ ദ്രവിപ്പിക്കുന്ന, അതായത് കണ്ണീരണിയിക്കുന്ന ഭാഗങ്ങളാണ് ശരിക്കും ഇതൊക്കെ. ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയൊന്നും വർക്കിയില്ല. ബുദ്ധി കൊണ്ടൊന്നും ഒന്നും ചിന്തിക്കാനോ ഒന്നും മനസ്സിലാക്കാനോ ഒന്നും സാധിക്കില്ല. അനുഭവിക്കാൻ മാത്രം സാധിക്കുന്ന ഭാഗങ്ങളാണ്. നേരത്തെ നമ്മൾ ഉലൂകലബന്ധനം വരെ പറഞ്ഞ് നിർമരുതിൻ്റെ വൃക്ഷങ്ങളായിട്ട് നിന്ന ഈ നളഗോപുര മണിഗ്രീവന്മാരുടെ മോക്ഷത്തെ പറഞ്ഞിട്ടാണ് നിർത്തിയത്. അതിനുശേഷം ഗോപന്മാരുടെയും ഗോപികളുടെയും വൃന്ദാവന യാത്ര, വത്സാസുരനെ കൊന്നത്, ബകാസുരനെ കൊന്നത്, അഘാസുരൻ്റെ മോക്ഷം, ബ്രഹ്മാവ് പശുക്കുട്ടികളെയും ഗോപബാലന്മാരെയൊക്കെ മറച്ചു കളയണ വത്സസ്തയം, ഭഗവാൻ ഗോപന്മാരുടെയും പശുക്കുട്ടികളുടെയും വേഷമെടുത്ത് ഒരു വർഷക്കാലം ഗോകുലത്തിൽ ജീവിച്ചത്, അതിനുശേഷം അതിവിശിഷ്ടമായിട്ടുള്ള ബ്രഹ്മാവിൻ്റെ സ്തുതി. വാസ്തവത്തിൽ ഭാഗവതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്തുതി ഏതാണെന്ന് ചോദിച്ചാൽ അത് വത്സസ്തയം കഴിഞ്ഞിട്ടുള്ള സ്തുതിയാണ്. ധനുവാസുരവധം, കാളിയൻ്റെ വിഷം കലർന്ന വെള്ളം കുടിച്ച് മരിച്ച പശുക്കളെയും ഗോപന്മാരെയൊക്കെ ഭഗവാൻ പുനർജീവിപ്പിക്കുന്നത്, അതിനുശേഷം അതിപ്രസിദ്ധമായിട്ടുള്ള കാളിയമർദ്ദനം. അതിന് കാളിയൻ കാളിന്തിയിൽ വരാനുണ്ടായിട്ടുള്ള കാരണം ഇത് പറഞ്ഞതിന് ശേഷം ഭഗവാൻ കാട്ടുതീ വലിച്ചു കുടിച്ച കഥ പറയണു, പ്രലംബൻ്റെ വധം പറയണു. അതിനുശേഷം മുഞ്ചാടവി എന്ന് പറയുന്ന കാട്ടിൽ വെച്ചിട്ട് ഭഗവാൻ ഗോപന്മാരെയും പശുക്കളെയും കാട്ടുതീയിൽ നിന്ന് വീണ്ടും രക്ഷിക്കുന്നുണ്ട്. 20-ാമത്തെ അധ്യായത്തിൽ വർഷകാലത്തിൻ്റെയും ശരത്കാലത്തിൻ്റെയും ഋതുക്കളുടെ വർണ്ണനം, 21-ാമത്തെ അധ്യായത്തിൽ വേണുഗാനം. ഇതുവരെയാണ് പറഞ്ഞു നിർത്തിയിട്ടുള്ളത്. ഈ കഥകളൊക്കെ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള കഥകളാണ്. ഭഗവാൻ പറയുക, അതായത് നമ്മൾ ഒരു പരിധിക്കപ്പുറത്തേക്ക് മനുഷ്യന് പലതും മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. കാരണം മനസ്സിൻ്റെ പരിമിതിയാണ് അതിന് കാരണം. അപ്പോൾ അത് അനുഭവിപ്പിച്ചിട്ടേ അറിയിക്കാൻ പറ്റുള്ളൂ. നോക്കൂ, ഗുരുവായൂർ ഉച്ചപൂജയ്ക്ക് ഓരോ ദിവസവും ഓരോ അലങ്കാരം വരും. ഭഗവാന്റെ ഓരോ രൂപം അലങ്കരിക്കുമ്പോഴും ആ രൂപവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു കഥ നമ്മുടെ മനസ്സിലേക്ക് വരും. ആ കഥ അറിയുമ്പോൾ, ആ കഥ എത്ര തവണ അറിഞ്ഞാലും, എത്ര അതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ നമ്മൾ മനസ്സിലാക്കി വെച്ചാലും, ആ അലങ്കാരം കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ അന്നത്തെ ആ രംഗത്തിൻ്റെ രസം മുഴുവൻ നമ്മുടെ ഉള്ളിലേക്ക് വരും. അതിനെയാണ് നമ്മൾ അറിഞ്ഞു തൊഴുക എന്ന് പറയും. ഇത് തന്നെയാണ് നമ്മൾ കൃഷ്ണാട്ടത്തിലാണെങ്കിലും കഥകളിയിലാണെങ്കിലും ഭഗവാന്റെ. ഇപ്പോൾ നമ്മൾ കുചേലവൃത്തമൊക്കെ എത്ര തവണ കണ്ടിട്ടുള്ളവരുണ്ടാവും. എത്ര തവണ വേണമെങ്കിലും കുചേലവൃത്തം കാണാം. ഓരോ തവണയും നമ്മൾ ആ രസത്തെ അനുഭവിച്ച് അറിയുന്ന സമയത്ത് നമ്മൾ ഒരേ സമയം കുചേലനാവും, അതേസമയം ഭഗവാനാവും, അതേസമയം രുക്മിണിയാവും. ആ കഥയിലുള്ള കഥാപാത്രങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഒരു സമഗ്രമായിട്ടുള്ള ധ്യാനം സംഭവിക്കും. ഭഗവാന്റെ ലീലകളുടെ ശ്രവണം, വാസ്തവത്തിൽ ഭഗവാൻ ആടുന്ന ലീലയും അതിലെ കഥാപാത്രങ്ങൾ, അതിൽ വില്ലനാവട്ടെ സഹനടനാവട്ടെ എന്തോ ആവട്ടെ, അതൊക്കെ ആയിട്ട് നമ്മൾ മാറി അതിൽ ലയിച്ച് നിൽക്കുന്ന അവസ്ഥയിലാണ് ആ ലീലകൾ നമ്മളിലേക്ക് അനുഭവരൂപേണ ഇറങ്ങി വരുന്നത്. അങ്ങനെ ഭഗവാനെ അനുഭവിച്ചിട്ട് ഉണ്ടാവുന്ന വാസനകൾ, ഞാൻ പറഞ്ഞല്ലോ, അനുഭവത്തിൽ നിന്നാണ് വാസന വിത്തായിട്ട് ഉണ്ടാവണമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ വരുന്ന വാസനകൾ നല്ലതാണ്, കറ നല്ലതാണ്. നമ്മൾ സർഫിൻ്റെ പരസ്യത്തിൽ വരണല്ലേ, കറ നല്ലതാണ്. ഭഗവാന്റെ മായ അനുഭവിക്കേണ്ടതാണ്. ആ മായ മാത്രമാണ് പ്രപഞ്ചത്തിൽ നല്ലത്. അതുകൊണ്ട് ആ മായയുടെ കടലിലേക്ക് കൂപ്പ് കുത്തി അങ്ങോട്ട് ചാടുക എന്നുള്ളതാണ് ദശമസ്കന്ധം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുവരെയും നമ്മൾ ചിന്തിക്കുകയാണ്. ഇതും ചിന്തിക്കേണ്ടതെന്നല്ല, പക്ഷെ നമ്മുടെ ലോജിക്കിൻ്റെ സകലതും എല്ലാം കളഞ്ഞിട്ട് ബുദ്ധിയുടെ പരിമിതികളെയൊക്കെ മാറ്റിവെച്ച് അതിൻ്റെ അകത്തേക്ക് ഇറങ്ങുക. 11-ാമത്തെ അധ്യായത്തിൽ പ്രധാനപ്പെട്ട ശ്ലോകം എന്ന് പറയുന്നത് 9-ാമത്തെ ശ്ലോകമാണ്. ദർശയം തദ്വിതാം ലോക ആത്മനോ വൃത്യവശ്യതാം പ്രജസ്യോവാഹ വൈഹർഷം ഭഗവാൻ ബാലചേഷ്ടിതൈ. ഇങ്ങനെ സർവശക്തിമാനായിട്ടുള്ള ആ പൊന്നു ഗുരുവായൂരപ്പൻ
തൻ്റെ ബാലലീലകൾ കൊണ്ട് വ്രജത്തിലുള്ള സകല ജീവികളെയും, അത് മനുഷ്യരേത് മാത്രമല്ല എല്ലാവരെയും ആനന്ദ സമുദ്രത്തിൽ അങ്ങോട്ട് ആറാടിച്ചു എന്ന് ആ ശ്ലോകം പറയുന്നു. ഭഗവാന്റെ ലീലയുടെ രഹസ്യമറിയണ സത്തുക്കളായിട്ടുള്ള ആൾക്കാർക്കും സത്യത്തിനെ ഉപാസിക്കുന്നവരാണ് ഭഗവാന്റെ ലീല അറിയുന്നത്. യഥാർത്ഥത്തിൽ സത്യത്തെ ഉപാസിക്കണവൻ ഒരിക്കലും ഭഗവാന്റെ ലീലയെ അതൊരു കഥ എന്ന് പറഞ്ഞിട്ട് കളയില്ല. അതുകൊണ്ട് വേദാന്തം കാണാപ്പാഠം പഠിച്ചാലും അതിൽ എത്ര വലിയ ബിരുദങ്ങൾ കിട്ടിക്കഴിഞ്ഞാലും ഈ വസ്തുത അറിയില്ലെങ്കിൽ ആ വ്യക്തിയും മൂഢൻ തന്നെയാണ്, ഒരു സംശയമില്ല. നേരെ മറിച്ച് ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരാൾക്കും ആ ഭഗവാന്റെ ലീലയിൽ രുചി ഉണ്ടായിക്കഴിഞ്ഞാൽ അവനാണ് യഥാർത്ഥത്തിൽ ഭാഗ്യവാൻ. അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ആ പൊന്നുണ്ണി തന്നെ സേവിച്ച് നിൽക്കുന്നവർക്ക് താൻ എപ്പോഴും വശപ്പെട്ടവനാണ്, അഹം ഭക്തപരാധീന എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. മുമ്പ് ഭഗവാൻ അഹം ഭക്തപരാധീന എന്ന് അംബരീഷൻ്റെ ചക്രത്തിനെ പേടിച്ചിട്ട് ഓടിപ്പോയ ദുർവാസാവിനോട് പറയുമ്പോൾ ഭഗവാനാണത്. പത്മനാഭൻ നാരായണൻ ആ രൂപത്തിലാണ്. അങ്ങനെയുള്ള ആളാ പറയണത് ഞാൻ അഹം ഭക്തപരാധീന. ഇവിടെ പറയണത് ചെറിയൊരാളാണ്, അഹം ഭക്തപരാധീന എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ആ ഉണ്ണിയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ആ ഉണ്ണി നിങ്ങളുടെയൊക്കെ മടിയിലിരുന്നിട്ട് ഇനിയുള്ള കഥകൾ കേൾക്കട്ടെ. ആ വിധത്തിൽ വേണം നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കേൾക്കാൻ. അതിനുശേഷം വരുന്ന പ്രധാനപ്പെട്ട വൃന്ദാവന പ്രവേശം, വത്സവധം, വത്സാസുരൻ്റെ വധം, ഭഗവതം, ഈ ഭാഗത്തേക്കൊക്കെ ചെല്ലുന്നതിന് മുൻപായിട്ട് ഭഗവാന്റെ ആ മോഹന ലീലകളെ, പ്രത്യേകിച്ചും ആ വ്രജത്തിലുള്ള സ്ത്രീകളെ, ഗോപികളെ എങ്ങനെയാണ് ആനന്ദത്തിൽ ആറാടിച്ചതെന്നൊന്ന് നമുക്ക് നോക്കാം. ഭഗവാൻ അവരിൽ തന്നിൽ നിസ്സീമമായിട്ടുള്ള അളവില്ലാത്ത പ്രണയമുണ്ടാക്കി തീർത്തു എന്നാണ് പറയണത്. കൊച്ചുകുട്ടിയാണ്, ചെറിയൊരു മോനാണ്, അത്ര പ്രായമൊന്നുമില്ല. അഘാസുരനെ കൊല്ലുമ്പോൾ തന്നെ ഭഗവാന് വെറും 5 വയസ്സേ ഉള്ളൂ. ആ 5 വയസ്സിന് മുൻപുള്ള കാലഘട്ടത്തിലുള്ള കഥകളാണ് വരുന്നതൊക്കെ. അതിരാവിലെ അങ്ങോട്ട് എണീക്കും. എണീച്ച് കഴിഞ്ഞാൽ അമ്മയുടെ മടിയിൽ അങ്ങോട്ട് കയറി ഇരുന്നിട്ട് വയറ് നിറച്ച് മുലപ്പാൽ കുടിക്കും. അതാണ് ആദ്യത്തെ പണി. പല്ലിയപ്പൊന്നുമില്ല, നേരെ കയറി മുലപ്പാൽ കുടിക്കും. അത് കഴിഞ്ഞാൽ നേരെ അവിടെ നിന്ന് ഇറങ്ങി ഓടി അച്ഛൻ എവിടെയാണ് നിൽക്കണമെന്ന് നോക്കും. അച്ഛൻ ചിലപ്പോൾ പറമ്പിലായിരിക്കും, അല്ലെങ്കിൽ പശുക്കളുടെ അടുത്തായിരിക്കും, ചിലപ്പോൾ ഇറയത്തിരിക്കുന്നുണ്ടാവും, ആരോടെയും സംസാരിക്കുന്നുണ്ടാവും. അവിടെ ചെന്നിട്ട് അച്ഛൻ്റെ മുന്നിൽ ചെന്നിട്ട് 4 തുള്ളലങ്ങോട്ട് തുള്ളും. അതായത് അച്ഛനെ അങ്ങോട്ട് നൃത്തം വെച്ച് ആനന്ദിപ്പിക്കുക എന്നുള്ളതാണ്. നന്ദഗോപനാണ് ഭഗവാന്റെ നൃത്തത്തിൻ്റെ ഫസ്റ്റ് ഓഡിയൻ എപ്പോഴും. ആ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ മുന്നിൽ ചെന്നിട്ട് ഒന്ന് നൃത്തം വയ്ക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ശീലമാണ്. അത് വെറും കഥയാണെന്ന് നിങ്ങൾ കരുതരുത്. നന്ദഗോപൻ്റെ പേരിൽ തന്നെയുണ്ട്. ആനന്ദ നടനം നടത്തുന്ന ആളുടെ മനസ്സിൽ ബ്രഹ്മാനന്ദം കൊണ്ട്, അതാണ് നന്ദഗോപൻ എന്ന് പേര്. ആനന്ദം കൊണ്ട് സദാ ബ്രഹ്മജ്ഞാനത്തിനെ സംരക്ഷിക്കണമെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ മുന്നിലല്ലേ നൃത്തം വയ്ക്കുള്ളൂ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ 3 സ്ഥലങ്ങൾക്ക് ശ്രീകോവിൽ തുല്യമെന്നാണ്. 3 സ്ഥലച്ചാൽ ശ്രീകോവിൽ അടക്കം പണ്ട് പ്രശ്നത്തിൽ കണ്ടിട്ടുള്ളതാണ്. 1 ശ്രീകോവിൽ, 2 കൂത്തമ്പലം, 3 നൃത്തം എന്ന് പറഞ്ഞിട്ടൊരു അറയുണ്ട്. നമ്മളാ കോയ്മയുടെ അടുത്ത് പ്രസാദം വാങ്ങാം, കിണറിൻ്റെ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ അവിടെ പാത്രമൊക്കെ കൂട്ടിയിട്ടിരിക്കണതാണ്. പക്ഷെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ടാവും. എല്ലാവരും ഇപ്പോൾ 1980 വരച്ച താമരക്കണ്ണനെ കാണാൻ അവിടെ കിടന്നിട്ട് ഇടികൂടണമാണ്. നേരെ ഇപ്പുറത്താണ് യഥാർത്ഥത്തിലുള്ള പവറുള്ള സ്ഥലം ഇരിക്കുന്നത്. അതാരും ശ്രദ്ധിക്കാറില്ല. ഏതോ ഈ ഫേസ്ബുക്കിൽ ഈ അബദ്ധം വിളിച്ച് പറഞ്ഞ ഏതൊരാൾ പറ്റിച്ച പണിയാണത്. അതിനുശേഷം അവിടുത്തെ നിർമാല്യധാരിയെ വരെ ചവിട്ടി അപ്പുറത്തിടുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. അവിടെ ആൾക്കാർ നിന്നിട്ട് തൊഴുതിട്ട്. അപ്പം ആ മുറിയുടെ ഉള്ളിൽ വില്ലുമംഗലത്തിൻ്റെ മുന്നിൽ ഭഗവാൻ വന്ന് നൃത്തം വെച്ചാണെന്നാണ് സങ്കല്പം. അതുകൊണ്ട് അതിന് നൃത്തം എന്നാ പറയുക. അവിടെ എപ്പോഴും വിളക്ക് കാണാം. അടുത്ത തവണ പോകുമ്പോൾ ശ്രദ്ധിച്ചോളൂ. അപ്പം അച്ഛൻ്റെ കൂടെ അച്ഛൻ്റെ മുന്നിൽ ചെന്ന് നൃത്തം വയ്ക്കും. അത് കഴിഞ്ഞാൽ അച്ഛൻ്റെ അടുത്ത് ഗുസ്തി പിടിക്കാൻ പോകും. അപ്പോൾ അച്ഛൻ ചിലപ്പോൾ പറയും, ഇപ്പം വേണ്ട ഉണ്ണി, ഇപ്പോൾ ഗുസ്തി പിടിക്കാനൊന്നും സമയമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ കയ്യിൽ പിടിച്ച് തൂങ്ങുക, അച്ഛൻ എണീറ്റ് നടക്കുമ്പോൾ കിഴഞ്ഞുകൊണ്ട് പോവുക. ഇങ്ങനത്തെ അഭ്യാസങ്ങളൊക്കെ ഭഗവാൻ കാണിക്കും. ചില സമയത്ത് വളരെ നിർബന്ധപൂർവ്വം തോളത്ത് ഇങ്ങനെ പിടിച്ച് താഴ്ത്തിയിട്ട് പുറത്ത് കയറിയിട്ട് ആന കളിക്കും. ആ ആന കളിച്ച് ചില സമയത്ത് പറയും എനിക്ക് സൂര്യനെയും ചന്ദ്രനെയും വേണം എന്നൊക്കെ പറയും. കാശിത്തമ്പുരാൻ ഗുരുവായൂരുള്ള കാലത്ത് ഗുരുവായൂരപ്പൻ്റെ ശീവേലി പോകുമ്പോൾ പുറകിൽ ഈ ഹരേരാമക്കാർ ഇങ്ങനെ പാടിപ്പോവുമല്ലോ. ഇപ്പം നിയമം കൊണ്ട് മുന്നിലേക്ക് ആക്കിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച തൊട്ടിട്ട്. ആനയുടെ ഈ സേഫ് ഡിസ്റ്റൻസ്, അത് ഇൻട്രസ്റ്റിംഗ്ലി ഇന്നിപ്പോൾ സുപ്രീം കോടതി ആ വിധി എടുത്തിട്ട് ദൂരെ കളഞ്ഞു. 3 മീറ്റർ വ്യത്യാസത്തിൽ ആനയെ നിർത്തണം എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ അവർ പറഞ്ഞു അപ്രായോഗികമാണെന്ന് പറഞ്ഞു ഹൈക്കോടതിയുടെ വിധി അവർ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് നേരത്തെ ന്യൂസ് വന്നു. അപ്പോൾ ഇനി വീണ്ടും ഹരേരാമക്കാർ പുറകിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കണം. അപ്പോൾ അത് മേക്കാട് നീലകണ്ഠ സദ്ഗുരുവായിട്ട് തുടങ്ങി വെച്ച നാമജപമാണ്. സെക്കൻഡ് വേൾഡ് വാർ കാലത്ത് രാജ്യത്ത് മുഴുവൻ ക്ഷാമം പടർന്ന് പിടിച്ചപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് തുടങ്ങിയതാണ് ശരിക്കും ഈ നാമജപ യാത്ര. പുറകിൽ നമ്മളിന്ന് ഈ കൈകൊട്ടി പുറകിൽ പോണത്. അതിൻ്റെ മുന്നിൽ ഈ ആനയും ഭഗവാനും പോയിക്കഴിഞ്ഞാൽ ചില ദിവസങ്ങളിൽ അതാണ് നാണം കൈവിട്ട് കൂപ്പി സ്തുതിക്കണം എന്നാണ് പൂന്താനം പറഞ്ഞത്. കാശിത്തമ്പുരാൻ 4 കാലിൽ മുട്ടുകുത്തിയിട്ട്
ഒരു കുട്ടി തോളത്ത് ഇരിക്കുന്നുണ്ടാവും അത്രേ. ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ പടവും വെച്ചിട്ട് എഴുന്നള്ളിച്ചുകൊണ്ട് ഈ ആനയുടെ ഭഗവാൻ പോകുമ്പോൾ അതിൻ്റെ പുറകെ ഇങ്ങനെ പോകുന്നുണ്ടാവുന്നു. അങ്ങനെ ഒരു ഗുരുവായൂരിനെ നമുക്കിന്ന് സങ്കല്പിക്കാൻ സാധിക്കില്ല. കാരണം അത് നിഷ്കളങ്കതയുടെ ഹൈറ്റാണ്. അങ്ങനെ ഭക്തർ വളർത്തിയതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിനെ. അപ്പോൾ ഭഗവാന് വളരെ ഇഷ്ടപ്പെട്ട കളിയാണ് ഈ ആനകളി. കുട്ടിക്കാലത്ത് നന്ദഗോപരുടെ ചുമലിൽ കയറിയിട്ട് ഈ ആന കളിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. ആനകളെ പൊതുവിൽ വളരെ ഇഷ്ടമാണല്ലോ. തൃച്ചംബരത്തൊഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും ഗുരുവായൂരപ്പന് ആനകളെ വളരെ ഇഷ്ടമാണ്. സൂര്യചന്ദ്രന്മാരെ പിടിച്ച് കളിക്കണമെന്ന് ചില സമയത്ത് ഷാഠ്യം പിടിക്കുന്ന ശിവമഹർഷി പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറയും, അതെ എങ്ങനെയാണ് കുട്ടി ഉണ്ണി, എങ്ങനെയാണ് നമ്മൾ സൂര്യനെ പിടിക്കുക, എങ്ങനെ ചന്ദ്രനെ പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈകൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ സൂര്യൻ അടുത്തേക്ക് വരണ മാതിരി നന്ദഗോപന് തോന്നുന്നു. മായ കാണിച്ചു കൊടുക്കും. അദ്ദേഹം പേടിക്കും. പെട്ടെന്ന് എന്താ കണ്ടതെന്ന്. അമ്മയ്ക്ക് വലിയ ബ്രഹ്മാണ്ടങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. അച്ഛൻ ഇങ്ങനത്തെ ചെപ്പടി വിദ്യകളൊക്കെയാണ് കാണിക്കുക. അച്ഛനെ അധികം ബുദ്ധിമുട്ടിക്കില്ല. അച്ഛനിങ്ങനത്തെ മായയുടെ ചെപ്പടി വിദ്യകളെ കാണിച്ച് ചന്ദ്രൻ ഇങ്ങനെ അടുത്തേക്ക് വരുത്തുന്ന മാതിരി അതിനെ തിരിച്ച് അങ്ങനെ ആക്കണ മാതിരിയൊക്കെ മാജിക്കൊക്കെ കാണിച്ചിട്ട് അദ്ദേഹം അഖിലേശ്വരനായിട്ടുള്ള ആ ഭഗവാൻ ചില സമയത്ത് സൂര്യനെയും ചന്ദ്രനെയും കയ്യിലിട്ടിട്ട് അമ്മാനാടിയിട്ട് കളിപ്പിക്കണ മാതിരിയൊക്കെ തോന്നിപ്പിച്ച് നന്ദഗോപന് ഭ്രമത ഉണ്ടാക്കി എന്നാണ് പറഞ്ഞു. ചില സമയത്ത് ഏതെങ്കിലും ഒരു മരപ്പാവ എവിടെന്നെങ്കിലും കിട്ടിയിട്ടുണ്ടാവും. അതിനെ എടുത്തിട്ട് അമ്മയുടെ അടുത്ത് പോയിട്ട് പറയും, ഇതിന് പാല് കൊടുക്കുക പറയും. കൊടുക്കാൻ വിസമ്മതിച്ച പാല് കൊടുപ്പിച്ചിട്ടേ മൂപ്പര് അത് തിരിച്ചു മേടിക്കുള്ളൂ. അത് തിരിച്ചു മേടിച്ചിട്ട് താൻ കഴിക്കണതൊക്കെ അതിനും കൊടുക്കണമെന്ന് ശഠിക്കും. നമ്മൾ മനുഷ്യർക്ക് നശ്വരമായിട്ടുള്ള ശരീരത്തിനെ വെച്ചിട്ട് കളിക്കാമെന്നുണ്ടെങ്കിൽ ഭഗവാൻ എന്താ മരപ്പാവ വെച്ചിട്ട് കളിച്ചാൽ ഭഗവാൻ ഭക്ഷണം മരപ്പാവയ്ക്ക് കൊടുത്താൽ ചിലപ്പോൾ മരപ്പാവ ഭക്ഷണം കഴിക്കും. സകല വസ്തുക്കളുടെ അകത്തും ചേതനയായിട്ടിരിക്കണവൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സാധിക്കാതിരിക്കില്ലല്ലോ. അങ്ങനെ അതിനെ കുളിപ്പിക്കുക, കുറി തൊടിയിക്കുക, അലങ്കരിക്കുക, കൂടെ കൊണ്ട് നടക്കുക, കൂടെ കിടത്തി ഓർക്കുക. മാത്രമല്ല ചില സമയത്ത് കണ്ണാടിയിലൊക്കെ അടുത്തു കൂടെയൊക്കെ പോകുന്ന സമയത്ത് എത്തിച്ചാടി നോക്കിയിട്ട് തൻ്റെ മുഖം നോക്കിയിട്ട് ചിരിക്കുക, അവനവൻ്റെ സൗന്ദര്യം ആസ്വദിക്കുക. അണിഞ്ഞൊരുങ്ങാൻ ഇത്രയേ ഇഷ്ടമുള്ള ഒരാളാണ്. ശരിക്ക് ഗുരുവായൂരപ്പനെ അലങ്കരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഭഗവാന് കണ്ണാടി കാണിച്ചു കൊടുക്കണത്രേ. നമ്മളിങ്ങനെയൊക്കെ അലങ്കരിച്ച് വെക്കുമല്ലോ വീട്ടിലൊക്കെ, അല്ലെങ്കിൽ ഇതങ്ങനെ പൂജയ്ക്കൊക്കെ എപ്പോഴും അലങ്കരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കണ്ണാടി കാണിച്ചു കൊടുക്കണമെന്ന് ആ പ്രതിമയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഒരു സന്തോഷം അത്രേ അത്, ആ മുഖം ഒന്ന് കാണാനായിട്ട്. അങ്ങനെ അവനെ ആ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് നൃത്തം ചെയ്യുക. ഇതൊക്കെ എന്തിനാ ചെയ്യണമെന്ന് വെച്ചാൽ മൂപ്പർക്കറിയാം താൻ ഇത് ചെയ്യണതൊക്കെ കാണാനും ആസ്വദിക്കാനും ആൾക്കാരപ്പുറത്ത് ഒളിച്ച് നിൽക്കേണ്ടതെന്ന്. ഓഡിയൻസ് ഉണ്ടെങ്കിലല്ലേ നടന് രസമുള്ളൂ. അപ്പോൾ മൂപ്പർക്കറിയാം നേരിട്ടല്ലെങ്കിലും ഈ ഗോപസ്ത്രീകളൊക്കെ ജനലിൻ്റെ അവിടെയും വാതിലിൻ്റെ മറവിലൊക്കെ നിന്നിട്ട് ചെക്കൻ എന്താ കാണിക്കണം നോക്കാം എന്ന് പറഞ്ഞിട്ട് നോക്കി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഉണ്ണിയുടെ ഓരോ പ്രവൃത്തിയും പ്രപഞ്ചമാകണ ആ നാടകശാലയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഷേക്സ്പിയർ വേൾഡ് ഈസ് എ സ്റ്റേജ് ആൻഡ് വി ആർ ആക്ടേഴ്സ് എന്ന് എഴുതി വെച്ചു. അതിനും കുറേ കാലങ്ങൾക്ക് മുൻപ് തന്നെ മേൽപ്പത്തൂർ എഴുതി വെച്ചു, യത് വിശ്വം രജനീയവനികം എന്ന് പറഞ്ഞിട്ട് തുടങ്ങണം. പ്രക്രിയാസർവസ്വത്തിലുള്ള ഒരു വരിയാണ്, ഗ്രാമർ ബുക്കാണ്. അദ്ദേഹം എഴുതിയ ഏറ്റവും വലിയ ഗ്രാമർ ബുക്കാണ്. നാരായണീയം മാത്രമല്ലല്ലോ, ഭട്ടതിരിപ്പാട്ടിൻ്റെ രചനകൾ, ട്രാവലോഗ് വരെ എഴുതിയ ആളാണ്. എറണാകുളം നഗരത്തിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ യാത്രാവിവരണമാണ് ഗോശ്രീ നഗര പ്രശസ്തി എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട് അദ്ദേഹത്തിൻ്റെ. അങ്ങനെ അനവധി ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ പ്രക്രിയാസർവസ്വത്തിൽ എഴുതി വെച്ചിട്ടില്ല. അത് ഇന്ന് നിങ്ങൾ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ പോകുമ്പോൾ മുകളിൽ ആ ശ്ലോകം എഴുതി വെച്ചിരിക്കുന്നത് കാണാം, യത് വിശ്വം രജനി അവനികം എന്ന് പറഞ്ഞിട്ട്. ഈ ലോകം ഒരു നാടകശാലയാണ്. അതിൽ ഇരുട്ടാകുന്ന കർട്ടൻ ഇട്ടിരിക്കണു, അതിൽ നടൻ ഭഗവാനാണ്, നമ്മളാണ് സഹനടന്മാരെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു ശ്ലോകം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടവര ബബുവാണ്, നടവരനാണ്. അപ്പോൾ കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് നോക്കുക, അദ്ദേഹത്തിൻ്റെ പ്രതിബിംബമാണല്ലോ ഈ കാണായ പ്രപഞ്ചം മുഴുവൻ. അദ്ദേഹത്തിനെ റിഫ്ലക്റ്റ് ചെയ്തതാണ് നമുക്ക്. അപ്പം അതേപോലെ എന്തും പാലും വെണ്ണയും തരാമെന്ന് പറഞ്ഞാൽ എന്ത് ജോലിയും ചെയ്യും. എന്താ ഈ പാലും വെണ്ണയും? മനസ്സാണ്. നമ്മുടെ മനസ്സ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഭഗവാൻ നമ്മുടെ അടിമേ. പിന്നെ മനസ്സ് കൊടുക്കാൻ തയ്യാറായാൽ മതി. അദ്ദേഹത്തിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാണ്ട് എൻ്റെ സ്നേഹം മുഴുവൻ നിനക്കാണ് എന്ന് ഗുരുവായൂരപ്പനോട് പറഞ്ഞാണ്ടല്ലോ. നിങ്ങളിപ്പോൾ ഇതുവരെ അനുഭവിച്ചിട്ടുള്ള ഗുരുവായൂരപ്പനൊന്നും ആയിരിക്കില്ല, വേറൊരു തരത്തിലായിരിക്കും പിന്നെ അനുഭവങ്ങൾ ഉണ്ടാവാൻ തുടങ്ങുക. അതങ്ങനെയാണ്. കാരണം അദ്ദേഹം നമുക്ക് തരുന്ന സ്നേഹത്തിൻ്റെ കോടിക്കോടിയിലൊരംശം പോലും തിരിച്ചു കൊടുക്കാൻ പറ്റില്ല നമ്മളെ കൊണ്ട്. സ്നേഹക്കടൽ. ഞാൻ ചില സമയത്ത് പറയാറുണ്ട്, വയറ് നിറച്ച് വെണ്ണ, നെഞ്ച് നിറച്ച് സ്നേഹം, വായ നിറച്ച് ചിരി, തല നിറച്ച് ബുദ്ധി. അതാണ് ഉണ്ണി. ഈ രീതിയിൽ കണ്ട കാരണം അദ്ദേഹത്തിൻ്റെ ചിന്ത രീതി ഇതൊന്നും ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ആ മനസ്സിലാക്കാൻ സാധിക്കാതെ വന്നതുകൊണ്ടുണ്ടായ മോഹമാണ് ബ്രഹ്മാവ് അനുഭവിക്കേണ്ടി വന്നത്. ഈ വത്സസ്തയത്തിൻ്റെ അടിസ്ഥാനം തന്നെ ഇത് തിരിച്ചറിയാൻ പറ്റാത്തതാണ്. ചില സമയങ്ങളിൽ അദ്ദേഹം ഗോപസ്ത്രീകളുടെ വീടുകളുടെ അകത്തൊക്കെ കയറിയിട്ട് തൈരിക്കടങ്ങൾ തല്ലിയുടയ്ക്കണയൊക്കെ പറയുന്നുണ്ട്.
ഈ തല്ലി ഉടയ്ക്കണതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തന്നെ സ്നേഹിക്കുന്നവരുടെ ധനത്തിനെ ആദ്യം അപഹരിക്കുക ഭഗവാൻ ചെയ്യും. അതിനെ നശിപ്പിക്കും. ഐശ്വര്യത്തെ, മതത്തിനെ നശിപ്പിക്കാൻ വേണ്ടി എൻ്റെ എന്ന് പറഞ്ഞിട്ട് ഉറിയിലും അവിടെ എവിടെയും കെട്ടിത്തൂക്കിയിട്ടുള്ളൊക്കെ മൂപ്പർ തല്ലി തകർക്കും. എന്നിട്ട് അതൊക്കെ എടുത്ത് ഭക്ഷിക്കും. അത് മൃഗങ്ങൾക്കൊക്കെ കൊടുക്കും. വെൽത്ത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. എല്ലാ ആൾക്കാർക്കും എടുത്ത് വീതിക്കുക. അത് അദ്ദേഹത്തിൻ്റെ ഒരു പണിയായിരുന്നു. ഈ ഐശ്വര്യമതം നശിപ്പിക്കുക എന്നുള്ളത് ഭഗവാന്റെ ഭക്തർക്കൊക്കെ എല്ലാ കാലത്തും അനുഭവമായിട്ടുള്ള കാര്യമാണ്. ഐശ്വര്യമതം ഭഗവാൻ നശിപ്പിച്ചു കളയും. കാരണം എന്നിട്ട് തൻ്റെ അടുത്തേക്ക് ഒട്ടി നിൽക്കുന്നുണ്ടോ എന്തോ. ഗോപസ്ത്രീകൾ അതാ ചെയ്ത് അവരാദ്യം ദേഷ്യപ്പെടും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടെങ്കിലും സദാ ഭഗവാനോട് ചേർന്ന് ഭഗവാൻ ചെയ്യണ കുരുത്തക്കേടുകളിൽ പോലും ഭഗവാനോടുള്ള സ്നേഹം വർദ്ധിക്കുകയും ചെയ്തവർക്ക്. അങ്ങനെ ഈ പാലും വെണ്ണയും മോഷ്ടിക്കുന്ന ഭഗവാനെ നമ്മൾ കള്ളൻ എന്ന് വിളിക്കും. കള്ളൻ, ഉണ്ണിക്കള്ളനോ എന്ന് പറയും അല്ലേ, ഉണ്ണിക്കണ്ണനെ. പക്ഷെ വാസ്തവത്തിൽ അദ്ദേഹമാണോ കള്ളൻ, നമ്മളാണോ കള്ളൻ? ഈ പ്രപഞ്ചം മുഴുവൻ സ്വത്തായിട്ട് വെച്ചിരിക്കുന്ന നാരായണൻ എവിടുന്നും എന്തും എടുത്ത് കഴിക്കാനുള്ള യോഗ്യതയുണ്ട്, അവകാശമുണ്ട്. നമ്മളാണ് അദ്ദേഹത്തിൻ്റെ വസ്തുക്കൾ നമ്മുടെ എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആരാ കള്ളൻ? നമ്മളാ കള്ളന്മാർ. നമുക്ക് അദ്ദേഹത്തെ കള്ളൻ എന്ന് വിളിക്കാൻ യാതൊരു അവകാശവും. അതുകൊണ്ട് ഭഗവാൻ ഒരിക്കലും ഒന്നും മോഷ്ടിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുള്ള വസ്തുക്കൾ അദ്ദേഹത്തിൻ്റെ ഇഷ്ടാനുസരണം എടുത്തു, കഴിച്ചു, അത് മറ്റുള്ളവർക്ക് കൊടുത്തു, അങ്ങനെ ജീവിച്ചു. അദ്ദേഹത്തിനെ ഈ കുട്ടികളെ പ്രൈസ് ചെയ്ത് കഴിഞ്ഞാൽ, പുകഴ്ത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾ എന്തും ചെയ്യും. ഇവൻ നല്ല ഡാൻസറാട്ടോ എന്ന് പറഞ്ഞാൽ അപ്പം ഡാൻസാണ്. ഇവൻ നന്നായി പാടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാട്ടാണ്. പിന്നെ വെണ്ണ തരാം അതൊന്നും എടുത്തിട്ട് വാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഭാരമുള്ള വിളക്കൊക്കെ അങ്ങനെ പൊക്കി പിടിച്ചിട്ട് വയ്യാത്ത ഈ പ്രപഞ്ചം മുഴുവൻ ആയിട്ട് നിൽക്കുന്ന സകലത്തിനെയും താങ്ങി നിർത്തുന്ന കൂർമാവതാരം എടുത്ത ഭഗവാൻ ഒരു ചെറിയ പീഠോ ഒരു വിളക്കൊക്കെ എടുത്തിട്ട് എന്നെ കൊണ്ട് പൊക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് വലിച്ചഴിച്ചൊക്കെ വരണ കാണാം. വെണ്ണ തരാമെന്ന് പറഞ്ഞ ആ പറഞ്ഞ ആളുടെ കയ്യിലെ പാവയാണ്. പിന്നെ അത് അക്ഷരാർത്ഥത്തിൽ എടുത്തിട്ടാണ് നമ്മളെ വെണ്ണ കൊണ്ടുപോയിട്ട് തീറ്റിച്ച് അതിന് ദഹനക്കേട് ഉണ്ടാക്കുന്നത്. വാസ്തവത്തിൽ വെണ്ണ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സാണ്. അത് എത്ര വേണമെങ്കിലും അത് കഴിക്കും. അതാണ് ഭഗവാന് പ്രായമായിട്ടും തൈരിലും വെണ്ണയിലുള്ള കൊതി തീർന്നിട്ടേ ഉണ്ടായിരുന്നില്ല. ദ്വാരകയിൽ മൂപ്പർ ഇടയ്ക്കിടയ്ക്ക് അടുക്കളയ്ക്ക് പോകുമത്രേ. ഏത് 50, 60, 70 വയസ്സുള്ളപ്പോഴേ അവിടെ ചെന്നിട്ട് അതും തോണ്ടിയെടുത്ത് കഴിച്ചിരുന്നതാണ് പറയണത്. അപ്പോൾ ചില സമയങ്ങളിൽ പരിഹസിക്കും. നിനക്കിത്ര ശക്തിയൊന്നുമില്ല, ഭയങ്കര ശക്തിയാണ് എനിക്ക് പറയും. കുട്ടികൾ പറയും എനിക്ക് ഭയങ്കര ശക്തിയാണ് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ നിനക്കത്ര ശക്തിയൊന്നുമില്ല എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ കാണിച്ചു തരാം, ആ യുദ്ധത്തിന് വരും, അങ്ങനെ തോൽക്കണമാതിരി കാണിക്കും. ഇങ്ങനെ അദ്ദേഹത്തിനെ അനവധി വികാരങ്ങളിൽ കൂടെ കടത്തിക്കൊണ്ടേ. അദ്ദേഹം ചിരിക്കണത് കാണാൻ, അദ്ദേഹം കരയണത് കാണാൻ, അദ്ദേഹം പരിഭവിക്കണത് കാണാൻ, അദ്ദേഹം കോപിക്കണത് കാണാൻ, ഇങ്ങനെ എന്തൊക്കെ തരത്തിലുള്ള ഭാവങ്ങൾ ആ മുഖത്ത് വരുത്തി കൊടുക്കാൻ പറ്റുമോ അതിന് വേണ്ട സാഹചര്യങ്ങളൊക്കെ ഈ ഗോപന്മാരും ഗോപികളും ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്നു എന്നാണ് പറഞ്ഞത്. ഗുരുവായൂരപ്പൻ്റെ ഇങ്ങനൊരു അവതാരം അതിനു മുമ്പോ പിമ്പോ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. ഇപ്പം നിങ്ങൾക്ക് തന്നെ ചില ആൾക്കാർക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ ഉള്ളിൽ ഇങ്ങനെ പൊട്ടുണ്ടാവും. എനിക്കതറിയാം. കാരണം പൊട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആത്മാവ് ഭഗവാന്റെ ചൈതന്യത്തെ തിരിച്ചറിയണോണ്ടാണ്. പലർക്കും ഭഗവാന്റെ പേരിൽ കണ്ണീര് വാർക്കാൻ വലിയ നാണക്കേടും വിഷമമാണ്. പക്ഷെ കണ്ണീര് വാർക്കാൻ സാധിക്കുന്നവർ മഹാഭാഗ്യവാന്മാരാണ്. കാരണം ഹൃദയം കഴുകി അങ്ങനെ പോകുന്ന പോലെയാണ്. ഹരിദാസ് മഹാരാജ് പറഞ്ഞ മാതിരി പണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു ഭജന നടക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ വീഡിയോ ഇപ്പോഴും യൂട്യൂബിലുണ്ട്. അദ്ദേഹം ഹരിദ്വാറിൽ ജലത്തിൽ കയറി അങ്ങനെ പോവുകയും ചെയ്തു. അങ്ങനെ ഗംഗയിൽ പോയി ജീവനോട് കൂടിയിട്ട് അങ്ങനെ ഇറങ്ങി അങ്ങോട്ട് നടന്ന് കയറിപ്പോയി അദ്ദേഹം പറയുന്നുണ്ട് കൈകൊട്ട് പറയുന്നുണ്ട്. തമിഴ്നാട്ടിലൊക്കെ കൈകൊട്ടാൻ ഒരു വിഷമമില്ല ആൾക്കാർക്ക്. അപ്പം അദ്ദേഹം ആ ശീലം കൊണ്ടുപോയി കേരളത്തിലാണ്. ഇത് കേരളമാണ്, ഇവിടെ ആരും കൈകൊട്ടില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ വന്നിട്ട് കൈകൊട്ടാൻ പറയുകയാണ്. ജന്മം പോയി ആരും കൈകൊട്ടില്ല. അപ്പോൾ പുള്ളി പറയണം നമ്മുടെ പൂർവ്വകർമ്മമാണ് ഈ കൈ പൊക്കാൻ സമ്മതിക്കാത്തതെന്ന്. പൂർവ്വകർമ്മമാണ് കൈ പൊക്കാൻ സമ്മതിക്കാത്തതെന്ന് പറയും. ഭഗവാന്റെ കഥയിലേക്ക് തിരിച്ചു വരാം. ഒരിക്കലൊരു വയസ്സായിട്ടുള്ളൊരു ഗോപസ്ത്രീയാണ്. അവർ പഴം വിൽക്കാൻ ആ ഭാഗത്തൊക്കെ വരും. അവരിങ്ങനെ വരുമ്പോൾ ആ പഴം വേണോ പഴം എന്നിങ്ങനെ വിളിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ഈ ലോകത്തിലുള്ള സകല ഫലവൃക്ഷങ്ങൾക്കും പഴത്തിനെ കൊടുക്കണ ഭഗവാന് പഴം കഴിക്കണം തോന്നി. അദ്ദേഹം വന്നിട്ട് പഴം താ പറഞ്ഞു. അന്നിട്ട് 2 വയസ്സൊക്കെ കാണുള്ളൂ. അപ്പോൾ ഈ സ്ത്രീ എന്താ പറയുക, ആ മാന്യതയുണ്ട് ഭഗവാൻ. പഴത്തിന് പണം കൊടുക്കണം എന്നറിയാം, ഫ്രീ ആയിട്ട് കൊടുക്കില്ല. അപ്പോൾ വേഗം പോയിട്ട് ധാന്യപ്പരെ പോയിട്ട് അമ്മ വെച്ചിരിക്കണ ആ അരിപ്പാത്രത്തിൽ നിന്ന് കുറച്ച് അരിയോ നെല്ലോ എന്തോ വാരിയിട്ട് കുഞ്ഞു കയ്യിൽ പിടിച്ചിട്ട് അവിടുന്ന് ഇങ്ങനെ ഓടി വരികയാണ്. ഫ്രണ്ട് ആ വരണേൻ്റെ ഇടയിൽ പകുതിയും പോയി, വഴിയിലൊക്കെ പോയി 2 മണിയുണ്ട് കൊടുത്തിട്ടാണ് മേടിച്ചത്. അത് കണ്ടപ്പോൾ ആ ഭഗവാന്റെ ആ
എന്താ പറയുക, ആ നെല്ല് വാരി എടുത്തിട്ട് ഓടി വരണ ആ ഗുരുവായൂരപ്പനെ എല്ലാവരും സാഷ്ടാംഗം നമസ്കരിക്കുക. ആ കുട്ടിയുടെ വരവും ആ അഴകും ആ നീട്ടിപ്പിടിച്ച ആ ചെറിയ കൈകളുടെ ഭംഗിയും ഒക്കെ കണ്ടിട്ട് ആ വയസ്സായിട്ടുള്ള സ്ത്രീ മതി വാങ്ങിപ്പോയി. അവരുടെ പൂർവ്വഭാഗ്യം ആലോചിച്ച് നോക്കൂ. ഭഗവാന്റെ കയ്യിൽ നിന്ന് അരി സ്വീകരിക്കുന്നു. അത് വാത്സല്യപൂർവ്വം 2 കൈ കൊണ്ടും പഴം അങ്ങോട്ട് കുറേ പഴം എടുത്തിട്ട് അങ്ങോട്ട് വെച്ചു കൊടുത്തു അത്രേ. അത് കുറേ നിലത്ത് വീണു. അതുകൊണ്ട് ഭയങ്കര സന്തോഷമായിട്ട് ഹായ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒറ്റ ഓട്ടം ഓടി നകത്തേക്ക്. ആ ഓടിയ ഓട്ടത്തിൽ കിഴവി അതങ്ങോട്ട് ആ ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോൾ അതിൽ മുഴുവൻ പഴത്തിന് പകരം രത്നങ്ങളായിരുന്നു എന്ന് പറയും. ഭഗവാന് യമുനയുടെ തീരത്ത് പോയിട്ട് കളി തുടങ്ങിക്കഴിഞ്ഞാൽ വേറെ ഒന്നിനും സമയമില്ല. ആദ്യകാലത്തൊക്കെ ചെറിയ പശുക്കിടാങ്ങളെ മേയ്ക്കാനാണ് പോവുക. ചെറിയ ചെറിയ പണികളെ കൊടുക്കുള്ളൂ. കാരണം ഇവർ അധികം ഈ നാടോടികളായതുകൊണ്ട് വിദ്യാഭ്യാസമൊന്നും ഇല്ല ഇവർക്ക്. ഭഗവാൻ എഴുത്തും വായനയൊന്നും അറിയില്ല. 9-10 വയസ്സ് വരെ അറിയേണ്ട ആവശ്യമില്ലല്ലോ. ബ്രഹ്മത്തിന് എന്ത് എഴുത്തും വായന അറിയേണ്ട ആവശ്യം? പ്രകൃതിയിലാണ്, സത്യകാമനെ പോലെ പ്രകൃതിയിലാണ് ഭഗവാൻ ജീവിച്ചത്. പ്രകൃതിയെ കണ്ടാണ് പഠിച്ചത്. അദ്ദേഹത്തിനെ ഒരു മനുഷ്യനായിട്ട് നമ്മൾ കണ്ടാൽ ആ ചെറിയ പ്രായത്തിൽ അദ്ദേഹം പ്രകൃതിയിൽ നിന്ന് പഠിച്ച പാഠങ്ങളാണ് ആ മഹാപ്രഭുവിനെ 126 വയസ്സിൽ എത്തുമ്പോഴേക്കും ലോകത്തിൻ്റെ ഗുരുവായിട്ട് മാറ്റിയിട്ടുള്ളത്. സന്ദീപനുടെ സ്കൂളിൽ പോയിട്ട് 64 കലകളും 3 മാസം കൊണ്ടോ 30 ദിവസം കൊണ്ടോ പഠിച്ചു. അതൊക്കെ വേറൊരു വിഷയമാണത്. പ്രകൃതിയിൽ നിന്ന് പഠിക്കണവൻ, ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കണവൻ, അതിൽ ബ്രഹ്മത്തെ കാണാൻ പഠിക്കണവനേക്കാളും വലിയൊരു യോഗി വേറെ ഇല്ല. അതുകൊണ്ട് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ എന്ത് എന്നുള്ള യഥാർത്ഥ തിരിച്ചറിവുണ്ടാക്കുന്ന എന്തും വിദ്യാഭ്യാസമാണ്. അതിന് പ്രകൃതിയിലേക്ക് നോക്കുക. ഇതല്ലേ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ നമ്മൾ ഗൃഹസ്ഥർക്ക് ഏറ്റവും എളുപ്പമാർഗ്ഗം എല്ലാറ്റിലും ഭഗവാനെ കാണാൻ പഠിക്കുക എന്നുള്ളതാണെന്ന്. ഭഗവാൻ ശരീരം എടുക്കുമ്പോഴും തന്നെ എല്ലാറ്റിലും കണ്ടു. അതിനെ നമ്മൾ യോഗനിദ്ര എന്ന് വിളിക്കുന്നു. അങ്ങനെ പഠിച്ചു വരികയാണ്. ജാബാല സത്യകാമൻ്റെ കഥ ഞാൻ ചില സ്ഥലത്തൊക്കെ പറയാറുണ്ട്. ഉപനിഷത്തുക്കളുടെ കഥയാണ്. സത്യകാമൻ ഗുരുവിൻ്റെ അടുത്ത് സ്കൂളിൽ ചേരാൻ വേണ്ടി വന്നു. അമ്മ പറഞ്ഞിട്ടില്ല എന്നവർ അച്ഛൻ ആരാന്ന്. അമ്മയ്ക്ക് മാത്രം അറിയണ രഹസ്യമാണ് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ആരാന്ന്. അപ്പോൾ അമ്മയെ സ്കൂളിൽ ചേരുമ്പോൾ പേര് ചോദിക്കില്ലേ അച്ഛൻ്റെ ചോദിച്ചാൽ പറഞ്ഞു, നീ ജാബാലയുടെ മകൻ സത്യകാമനാണെന്ന് മാത്രം പറഞ്ഞാൽ മതി, അമ്മയുടെ പേര് എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. കുട്ടിയെ തന്നെ അയക്കണത്. അവിടെ ചെന്ന് ഗുരുവിൻ്റെ അവിടെ ചെന്നപ്പോൾ കുട്ടികളിങ്ങനെ ക്ലാസ്സിരിക്കുക. കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് പഠിക്കാൻ വരണം. ഓൾറെഡി സിലബസൊക്കെ തുടങ്ങി, ക്ലാസ്സൊക്കെ തുടങ്ങി. അപ്പോൾ വന്നിട്ട് പറഞ്ഞു, നീ ആരുടെ മകനാണെന്ന് ചോദിച്ചു. ഞാൻ ജാബാലയുടെ മകൻ സത്യകാമൻ പറഞ്ഞ ക്ലാസ്സിലെ കുട്ടികളൊക്കെ ചിരിച്ചു. അവൻ്റെ അച്ഛൻ്റെ പേരറിയില്ല അവർ. അദ്ദേഹത്തിന് അതിലൊരു വിഷമവും തോന്നിയില്ല. എൻ്റെ അമ്മ എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞവർ. അപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു, നീ സത്യസന്ധനാണ്, അമ്മയുടെ വാക്ക് മാനിച്ചിട്ട് നീ സത്യം പറഞ്ഞു, നീ ഇല്ലാത്തത് ഉണ്ടാക്കി പറഞ്ഞില്ല, നിനക്ക് പഠിക്കാം എന്ന് പറഞ്ഞു. ആ ക്ലാസ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിളിച്ചിട്ട് നേരെ പുറകിലെ തൊഴുത്തിൻ്റെ അവിടെ കൊണ്ടുപോയി. അവിടെ 1000 ചാവാലി പശുക്കളുണ്ടായിരുന്നു. ഈ ചാവാലി പശുക്കളെ മുഴുവൻ കൊണ്ടുപോയിട്ട് തീറ്റിച്ച് കൊഴുപ്പിച്ച് 2000 പശുക്കളായിട്ട് അവറ്റകൾ പെറ്റ് പെരുകുമ്പോൾ തിരിച്ചു അവർ പറഞ്ഞയച്ചു. അപ്പോൾ ഗുരുനാഥൻ്റെ ഭാര്യ ചോദിച്ചു, നിങ്ങൾ എന്തായി കാണിച്ചത്? ആ പാവം വന്നിട്ട് നിങ്ങൾ അവനെ പുകഴ്ത്തുകയൊക്കെ ചെയ്തു, അവനെ എന്തിനാ ഇങ്ങനെ ഒരു മാനുവൽ ലേബറിന് അയച്ചത് എന്ന് ചോദിച്ചു. നീ കണ്ടോ, അവൻ ഈ തരത്തിൽപ്പെട്ടിട്ടുള്ളൊരു കുട്ടിയല്ല. അങ്ങനെ സത്യകാമൻ ഈ പശുക്കളെയും കൊണ്ടുപോയി. സത്യകാമനും ആലോചിച്ചു, എന്താണ് ഗുരുനാഥൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു. എന്നാലും അമ്മ പറഞ്ഞിട്ടുള്ളത് ഗുരുനാഥൻ എന്ത് പറഞ്ഞാലും അനുസരിക്കണം എന്നാണ്. ആ പശുക്കളെയും കൊണ്ടുപോയി. അദ്ദേഹം പുൽമേടുകളിലും വനങ്ങളിലും ഒക്കെ സഞ്ചരിച്ച് കണ്ണിലെ കൃഷ്ണമണി പോലെ ഈ പശുക്കളെ കാത്ത് അതൊക്കെ പെറ്റി പെരുകി 2000 പശുക്കളാവുന്ന കാലമായപ്പോഴേക്കും അദ്ദേഹം പക്ഷികളിലും മൃഗങ്ങളിലും ഈ പശുക്കളിലും ഒക്കെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ച് അവസാനം 2000 പശുക്കളായ ദിവസം പിറ്റേ ദിവസം മടങ്ങുകയാണ്. അന്ന് അദ്ദേഹം ഒരു മരത്തിൻ്റെ താഴെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു സ്ഫോടനം പോലെ വിഹംഗഗതി സംഭവിച്ചു. ഈ കാണായ പശുക്കളിലും എന്നിലും സൂര്യനിലും ചന്ദ്രനിലും വൃക്ഷങ്ങളിലും സകലത്തിലും ഇരിക്കുന്ന ആ ഒരു സത്യവസ്തു എന്താണെന്ന് സത്യകാമൻ, സത്യത്തിനെ ആഗ്രഹിക്കുന്നവൻ, അവൻ തിരിച്ചറിഞ്ഞു എന്നാണ്. അത് കഴിഞ്ഞിട്ട് ആ മടക്കാണ്. ഭഗവാൻ എങ്ങനെയാണോ ശരിക്കും സത്യകാമൻ്റെ ആ തിരിച്ചു വരവ്, ഭഗവാൻ ഈ വൈകുന്നേരങ്ങളിൽ ഈ പശുക്കിടാങ്ങളെയും കൊണ്ട് വരുന്ന രംഗമായിട്ട് വളരെ സിമിലറാണ്. പൊടിപടലം കാണുകയാണ് ചക്രവാളത്തിൽ ഗുരുവിൻ്റെ പത്നി. കാളകളുടെ ശബ്ദം, പശുക്കളുടെ കുളമ്പടി ശബ്ദം ഇതൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഗുരു പറയാണ്, അവൻ വരുന്നുണ്ട്, സത്യകാമൻ തിരിച്ചു വരികയാണ്. ആ കുന്നിൻ്റെ മുകളിൽ നിന്ന് ആ പശുക്കളത്ര ആദ്യം വരണം. അതിൻ്റെ പുറകുന്ന് സന്ധ്യാസമയമാണെങ്കിലും വീണ്ടും പടിഞ്ഞാറ് വശത്തുനിന്ന് ഒരു സൂര്യൻ ഉദിച്ചു വരുന്ന പോലെ ഈ പശുക്കളുടെ നടുക്ക് ബ്രഹ്മജ്ഞാനം കൊണ്ട് ഇങ്ങനെ വെട്ടിത്തിളങ്ങണ തേജസ്സോട് കൂടിയിട്ട് സത്യകാമൻ വരികയാണ്. കണ്ടോ, അവന് കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇനി അവന് എന്ത് പഠിക്കേണ്ട ആവശ്യം എന്ന് ചോദിച്ചു അത്ര ഗുരു. അതുപോലെ ഇരിക്കണം, അതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഭഗവാൻ ചെയ്തത്. ഭഗവാന്റെ ഓരോ വീട്ടിലേക്കുള്ള മടക്കവും പശുക്കളെ കൊണ്ട് നമുക്കൊക്കെ ആ ബ്രഹ്മജ്ഞാനം തരാൻ വേണ്ടിയിട്ടാണ്.
ഇതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം ഊണ് കഴിക്കില്ല, പറഞ്ഞാൽ കേൾക്കില്ല, കളിച്ചുകൊണ്ടേയിരിക്കും. ആ കളിക്കാനും ഊണ് കഴിക്കാൻ വിളിക്കലൊക്കെയാണ് ഓട്ടൂരിൻ്റെ ആ പ്രസിദ്ധമായിട്ടുള്ള കണ്ണനുണ്ണി മാമുണ്ണണേ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് ഇവിടെ പാടാറില്ലേ, അത് ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ അനശ്വരമായിട്ടുള്ളൊരു രചനയാണത്. അപ്പോൾ അങ്ങനെ ബലമായിട്ട് രോഹിണി പറയും, എനിക്ക് പിള്ളേരെ വിളിച്ച് മടുത്തു, യശോദ നീ തന്നെ പോയിട്ട് വിളിക്കുകയെന്ന് പറയും. യശോദയ്ക്ക് ആ വിളിക്കാൻ വേണ്ടി പോകുമ്പോൾ തന്നെ മുല ചൊരന്ന് വരും അത്രേ. കാരണം അത്ര സ്നേഹമാണ്. രണ്ടെണ്ണത്തിനും പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് ബലമായിട്ട് പിടിച്ചിരുത്തി മേത്തൊക്കെ പൊടിയായിരിക്കും. നോക്കുക ബാക്കിയുള്ള കുട്ടികളൊക്കെ കുളിച്ചിട്ടാണ് ആഹാരം കഴിക്കാതിരിക്കും. എന്താ ഉണ്ണി ഇങ്ങനെയെന്ന് ചോദിച്ചാൽ പറയും എനിക്കിപ്പോൾ ഭക്ഷണം വേണം പറയും. ഇന്നും തിരുവാർപ്പ് അമ്പലത്തിൽ രാവിലെ കുളിയില്ലല്ലോ, തുറന്നുടനെ ഭക്ഷണമാണ്. കാരണം അവിടെ വിശപ്പാണ് ഭഗവാൻ. ഇങ്ങനെ കളിച്ച് നടക്കണ കാലത്ത് ഭഗവാന് തോന്നി ഈ ബൃഹദ്വനത്തിൽ കളിച്ചതൊക്കെ മതിയായി, അമ്പാടിയിൽ മടുത്തു, വെറൈറ്റി പോരാ, എൻ്റെ യഥാർത്ഥ വിഹാരരംഗമായിട്ടുള്ള വൃന്ദാവനത്തിലേക്ക് എനിക്ക് പോകണം തോന്നിയതുകൊണ്ട് അവിടുത്തെ മുതിർന്ന ആൾക്കാരുടെ മനസ്സിൽ ഒരു തോന്നലുണ്ടാക്കി ഭഗവാൻ. ഈ കുട്ടി ജനിച്ച പിന്നെ ഇവിടെ എന്നും ആപത്തുകളാണ് ഉണ്ടായിട്ടുള്ളത്, അതുകൊണ്ട് ഈ സ്ഥലം നമുക്ക് വസിക്കാൻ പറ്റിയതല്ല എന്ന് മുതിർന്ന ഒരു ഗോപൻ അത് പറയും. അങ്ങനെ ആ അഭിപ്രായം മാനിച്ച് അവർ ചട്ടിയും കലവും ഒക്കെ പെറുക്കി വീടൊക്കെ കഴിച്ച്, അവർ നൊമാഡ്സാണ്, നാടോടികളാണല്ലോ, പശുക്കളെയൊക്കെ തെളിച്ച് അവർ യമുനയുടെ തീരത്തുള്ള വൃന്ദാവനത്തിലേക്ക് പോകുന്നതോടുകൂടിയിട്ട് ഭഗവാന്റെ ജീവിതത്തിലെ ഒരു ഘട്ടം കഴിഞ്ഞ അടുത്ത ഘട്ടം തുടങ്ങുകയാണ്. ഒരു പ്രധാന ഘട്ടമാണ്. ഇനി അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ അക്രൂരൻ്റെ കൂടെ മധുരയ്ക്ക് പോകുന്നുണ്ട്. അതോടുകൂടിയിട്ട് ഈ ലീലയൊക്കെ പോവും, കഥയെ മാറും, ജീവിതം എത്രയോ സീരിയസ് ആയിട്ട് മാറും. അതുകൊണ്ട് ആ സമയം വരെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒപ്പം ഇങ്ങനെ കളിച്ചു കിടക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് അദ്ദേഹം ഈശ്വരനാണ്. പിന്നെ അപ്പം ഈ ഭൂതന ശകടാസുരൻ ഇവരുടെയൊക്കെ കഥയൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോകാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അതിനുശേഷം അവിടെ ചെന്ന് താമസിക്കുന്ന കാലത്ത് കംസൻ്റെ ചാരന്മാർ ഭഗവാൻ അവിടെ ഉണ്ടെന്ന് മനസ്സിലായതിന് ശേഷം ഒരു ഭഗൻ എന്ന് പറയുന്ന കൊറ്റിയുടെ രൂപത്തിലുള്ളൊരു പർവ്വതാകാരായിട്ടുള്ള കൊറ്റിയുടെ രൂപത്തിലുള്ളൊരു അസുരനെ അവിടെ കൊണ്ടുവന്ന് നിർത്തും ഭഗവാനെ കൊല്ലാൻ വേണ്ടിയിട്ട്. പക്ഷേ ഭഗവാൻ വളരെ എന്താ പറയുക, വളരെ എളുപ്പത്തിൽ ആ ബകാസുരനെ വധിക്കും. അതേമാതിരി വത്സാസുരനെ വധിക്കുന്നു. അങ്ങനെ 5-ാമത്തെ വയസ്സിൽ അദ്ദേഹം അഘാസുരൻ എന്ന്, പാപത്തിൻ്റെ പേര്, ഗുണദോഷ ബുദ്ധിയാണ് പാപത്തിനുണ്ടാക്കണം. ഗുണദോഷ ബുദ്ധി, എന്തിലും ദോഷം കണ്ടുപിടിക്കുക, എന്തിലും ഗുണം കണ്ടുപിടിക്കുക, ഇത് മാത്രം എനിക്ക് നല്ലത് മറ്റേത് നല്ലതല്ല എന്ന് പറയണ ബുദ്ധി എന്നാണ് പാപം ഉണ്ടാവണം. അതുകൊണ്ട് അഘം എന്ന് പറഞ്ഞാൽ അങ്ങനെ അനവധി അർത്ഥങ്ങളുണ്ട്. ആ അഘാസുരനെ ഭഗവാൻ വധിക്കുന്നു. അഘാസുരനെ വധിച്ചതിന് ശേഷം ആ 12-ാമത്തെ അധ്യായത്തിൽ ഈ അഘാസുരനെ വധിക്കുന്ന ആ ഭാഗത്ത് ഒരു മനോഹരമായിട്ടുള്ളൊരു ശ്ലോകമുണ്ട്, 12-ാമത്തെ ശ്ലോകം. ആ ശ്ലോകം ഒന്ന് ചൊല്ലിയിട്ട് ഞാൻ അതിന് ശേഷമുള്ള ബ്രഹ്മാവിൻ്റെ വത്സസ്ഥയത്തിലേക്ക് പോവാം. യത്പാദപാം സുർബഹുജന്മകൃച്ഛ്രതോ ധൃതാത്മഭിർയോഗിഭിരഭ്യലഭ്യ സ ഏവ യദൃഗ്വിഷയ സ്വയം സ്ഥിത കിം വർണ്യതേദിഷ്ടമതോ വ്രജാകസാം. ഏറ്റവും അർത്ഥവത്തായിട്ടുള്ള ഭഗവാന്റെ അവതാരലീലയുടെ രഹസ്യം ഉൾക്കൊള്ളുന്നൊരു ശ്ലോകമാണ്. നമ്മൾ ജന്മജന്മാന്തരങ്ങളിൽ എത്രയോ പരിശ്രമം ചെയ്തിട്ടും കഠിന തപസ് ചെയ്തിട്ടും പലതരത്തിലുള്ള കഷ്ടങ്ങളൊക്കെ അനുഭവിച്ചിട്ടും ഇന്ദ്രിയങ്ങളെ വശത്താക്കിയിട്ടും അന്ധക്കരണത്തിനെ നിർമ്മലമാക്കിയിട്ട് പോലും മഹായോഗികൾക്ക് കിട്ടാത്ത ആ ഭഗവാന്റെ കാൽപാദങ്ങളിലെ പൊടി, ആ പാദപാംസുക്കൾ ഇതാ ഇവിടെ വ്രജവാസികളായിട്ടുള്ള ഗോപബാലന്മാർക്ക് എത്ര സുലഭമായിട്ട് എത്ര എളുപ്പത്തിൽ കിട്ടി. അവരുടെ മുന്നിൽ ഭഗവാൻ കളിച്ച് നടന്നില്ലേ. ഇതിലധികം അവരുടെ സൗഭാഗ്യത്തിനെ എങ്ങനെ വർണ്ണിക്കാനാണ് എന്ന് ശുകമഹർഷി ചോദിക്കുന്നു. ഭഗവാൻ നമ്മുടെ കയ്യിലുള്ളപ്പോൾ നമുക്ക് വില അറിയില്ല എന്ന് വെച്ച് ഭഗവാൻ നമ്മളെവിടെയും വിട്ടുപോകുന്നില്ല. ഭഗവാൻ നമ്മുടെ കയ്യിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മൾ ഭഗവാനെ തിരിച്ചറിയണ നിമിഷത്തിനെയാണ്. ഭഗവാൻ എവിടെയും പോയിട്ടില്ല. തിരിച്ചറിയണ നിമിഷം ഭഗവാൻ കയ്യിലുണ്ട്, മറക്കുന്ന നിമിഷം ഭഗവാനെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നു. അത്രയേ ഉള്ളൂ. അങ്ങനെ ഒരു ദിവസം രാവിലെ മൂപ്പര് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ മൂപ്പർക്ക് തോന്നി കാട്ടിൽ പോയിട്ട് ഇന്ന് ഫുഡ് അടിക്കണം, കാട്ടിൽ പോയി കഴിക്കണം. വീട്ടിൽ നിന്ന് അത് വനഭോജനത്തിനായിട്ടുള്ള പുറപ്പാട് അങ്ങനെയാണ്. ഇപ്പം നമുക്ക് തോന്നില്ല ഇടയ്ക്ക് ഇത്ര എല്ലാ ദിവസവും വീട്ടിൽ തന്നെയല്ലേ കഴിക്കണം, ഒന്ന് പുറത്ത് പോയി കഴിക്കാം എന്ന് പറഞ്ഞ പോലെ ഭഗവാൻ ആ വനഭോജനത്തിനായിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരെയും നന്നായിട്ട് അലങ്കരിച്ചിട്ട് തന്നെയാണ് അയക്കണത്. ഭഗവാനാണെങ്കിൽ അന്ന് എക്സ്ട്രാ കുറച്ചുകൂടെ നന്നായിട്ട് അലങ്കരിച്ച് ആ വനശോഭയൊക്കെ നോക്കി മുന്നിലിങ്ങനെ നടക്കുക. ചെറിയ ആളാണ്, പക്ഷേ ഈ മുതിർന്നവർക്കും ഒക്കെ ഒരു നേതാവിനെ പോലെ ഇങ്ങനെ നടക്കുകയാണ് അദ്ദേഹം. ആ സമയത്ത് പക്ഷികളെ അനുകരിക്കുക, മൃഗങ്ങളെ അനുകരിക്കുക. ഇടയ്ക്ക് ഭഗവാൻ ഈ അരയന്നെ നടക്കണ മാതിരി തത്തിയൊക്കെ നടക്കും. ചില സമയത്ത് സിംഹം നടക്കണ മാതിരി നടക്കും. അപ്പം അദ്ദേഹം എന്ത് കാണിക്കണോ അതേപോലെ അത് അനുകരിക്കാൻ കുറേ ആൾക്കാർ. ഫാൻസ് അസോസിയേഷൻ അന്നേ ഉണ്ട്. മൂപ്പർക്ക് ഫാൻസ് ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഫാൻസ് അസോസിയേഷൻ എപ്പോഴും വേണം.
അങ്ങനെ ചില സമയത്ത് ഈ വെള്ളത്തിൽ പ്രതിബിംബം നോക്കിയിട്ട് ഗോഷ്ഠി കാണിക്കുക. ചില സമയത്ത് ഈ യമുനയിലെ വെള്ളത്തിൽ നോക്കുമ്പോൾ ബ്രഹ്മല്ലേ, അപ്പോൾ ഇടയ്ക്ക് നോക്കുമ്പോൾ കുരങ്ങൻ്റെ മുഖം കാണും സ്വന്തം. ഞാൻ കുരങ്ങനാണോ? വീണ്ടും നോക്കും അപ്പോൾ സിംഹത്തിൻ്റെ മുഖം കാണും. ചില സമയത്ത് നോക്കുമ്പോൾ ഇന്ദ്രൻ്റെ മുഖം കാണും. ചില സമയത്ത് ബ്രഹ്മാവിൻ്റെ മുഖം കാണും. അങ്ങനെ അവനവൻ തന്നെ നോക്കി രസിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം അദ്ദേഹം എല്ലാമായതുകൊണ്ട് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഏത് പ്രതിബിംബം വേണമെങ്കിലും അതിൽ സൃഷ്ടിക്കാൻ സാധിക്കുമായിരുന്നു. ചില സമയത്ത് ഗുഹകൾ കണ്ട അതിൻ്റെ ആ ഫ്രണ്ടിൽ ചെന്ന് നിന്നിട്ട് അകത്തേക്ക് നോക്കിയിട്ട് ഉറക്കെ ഇതൊക്കെ പറഞ്ഞ് സൗണ്ട് ഉണ്ടാക്കും, ആ എക്കോ കേൾക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ രസിച്ച് ഇങ്ങനെ നടക്കണ ആ കാലത്ത് ആ കൂടെ നടക്കണ ഗോപബാലന്മാർക്ക് ഉണ്ടായിട്ടുള്ള ആനന്ദം എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല. ഒരു അവധൂതൻ ബ്രഹ്മാനന്ദത്തിൽ മുഴുകി നടക്കുമ്പോൾ അവൻ ഭ്രാന്തനെ പോലെ നടക്കും, കുട്ടികളെപ്പോലെ കാണിക്കും, ഒരു നിയമവും അനുസരിക്കില്ല. ഈ ഗോപന്മാരുടെ അവസ്ഥ അതാണ്. ഭഗവാൻ കൂടെ നടക്കുകയാണ്. ഭഗവാൻ കൂടെ നടക്കുമ്പോൾ എന്ത് നിയമം? അവർ സർവതന്ത്ര സ്വതന്ത്രർ, പ്രകൃതിയിൽ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. പ്രകൃതിയുടെ ഓരോന്നും അനുസരിച്ച് അതുകൊണ്ടാണ് അവരെ ഇത്രയും സുഹൃതം ചെയ്തവർ, യോഗികൾക്ക് പോലും കിട്ടാത്ത സുഹൃതത്തെ കിട്ടിയവരെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ ഈ എന്താ പറയുക, അഘൻ എന്ന് പറയുന്ന അസുരൻ, അവൻ പൂതനടിയും ഭഗൻ്റെയും അനുജനായിരുന്നു. അവന് ഭഗവാൻ ഇവരെ രണ്ടുപേരെയും കൊന്നുകൊണ്ട് ഭയങ്കര ദേഷ്യമാണ്. ആ പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ടാണ് അവൻ വന്നത്. അതുകൊണ്ട് ഇവരുടെ രക്തമെടുത്തിട്ട് ഞാൻ എൻ്റെ ചേട്ടനും ചേച്ചിക്കും പിണ്ടോദകക്രിയ ചെയ്യും എന്ന് പറഞ്ഞ് ശപഥം ചെയ്തിട്ടാണ് വന്നത്. അതിന് കൃഷ്ണനെ മാത്രമല്ല എല്ലാവരെയും കൊല്ലും, കുട്ടികളെ മുഴുവൻ കൊല്ലും, വൃന്ദാവനം മുഴുവൻ അലമുറയിടണം, എല്ലാ വീടുകളിലും ശവം വീഴണം. അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് ഒരു യോജന വിസ്താരം, ഒരു യോജന വെച്ചാൽ 13 കിലോമീറ്ററാണ്. 13 കിലോമീറ്റർ നീളമുള്ള ഒരു ശരീരത്തോട് കൂടിയിട്ട് പർവ്വതാകാരമായിട്ടുള്ള ഒരു ഗുഹ പോലെ വായും വളർന്നിട്ട് മലമ്പാമ്പായിട്ട് കൃഷ്ണാദികൾ ഇങ്ങനെ വരണ വഴിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ഗുഹ, കൊള്ളാല, നാക്കിങ്ങനെ വെച്ചും കൊടുത്തിട്ടുണ്ട്, നല്ലൊരു വഴി. അതിലേക്ക് അങ്ങോട്ട് കയറി ചിലർ അവിടെ അകത്തൊക്കെ ചെന്ന് നോക്കി, ഒരു മണമൊക്കെ ഉണ്ട്, ഒരു സുഖമില്ല, എന്നാലും കയറി നോക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറുകയാണ്. ആ വാഴയുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് കൃഷ്ണനെ ഉപേക്ഷിച്ച് ഇവരങ്ങോട്ട് കയറി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ വലിയ ദംഷ്ട്രകളൊക്കെ എന്തോ ഈ ഗുഹയുടെ അകത്തുള്ള ഫോർമേഷൻസാണ് എന്നാ വിചാരിച്ച്. അതികഠിനമായിട്ടുള്ള ദുർഗന്ധവും ഉഷ്ണവും ആ വാഴയുടെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇത് ഈ കൊച്ചു കുട്ടികളല്ലേ, അതുകൊണ്ട് അവർക്കൊരു ആകർഷണീയത, അതിൻ്റെ ഉള്ളിൽ എന്താണ് കയറി നോക്കണം എന്നുള്ളതുകൊണ്ട് അവർ കയറി. അപ്പോൾ ആ സമയത്ത് ചിലവർ പറഞ്ഞു എന്തോ ഒരു ശരിയല്ലല്ലോ, ഇതെന്തോ മലമ്പാമ്പാണോ എന്ന് പറഞ്ഞിട്ട് അവർ ഈ വാഴയുടെ മുകൾത്തട്ടൊക്കെ നോക്കുക. ആ നോക്കുന്ന ആ സമയത്ത് ഭഗവാൻ കയറാതെ മെല്ലെ മൂപ്പര് വരണത്. വേം വാ പറഞ്ഞ് വിളിച്ചു. ഭഗവാൻ ഇങ്ങനെ നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി ഇത് മലമ്പാമ്പാണ്. ആ അസുരൻ വായടച്ച സകലതും നശിക്കും. അതുകൊണ്ട് ഭഗവാൻ വേഗം ഓടി ആ വാഴയുടെ ഉള്ളിലേക്ക് കയറി. ഈ സമയത്ത്, അതായത് ഒരു ആപത്ത് വരുമ്പോൾ ഭഗവാൻ വന്ന് നമ്മളെ എങ്ങനെയാണോ സംരക്ഷിക്കണം അതാണ്. കറക്റ്റ് ആ സമയത്ത് അവൻ വായടയ്ക്കും ചെയ്യും. കൃഷ്ണനകത്ത് കയറിയും വായടച്ചു. അത് കൂട്ട നിലവിളിയായി, ഇരുട്ടായിപ്പോയി. പെട്ടെന്ന് ഈ വായങ്ങട് അടഞ്ഞില്ലേ, ഗുഹാമുഖം അങ്ങോട്ട് അടഞ്ഞു. ഇവർ വാഴയുടെ ഉള്ളിൽ പെട്ടു. അവൻ്റെ ദഹനരസത്തിൻ്റെ ചൂട് കിട്ടാൻ തുടങ്ങി, ദേഹമൊക്കെ പൊള്ളും എന്നുള്ളൊരവസ്ഥ സംഭവിച്ചു. ആ സമയത്ത് ഇവരുടെയൊക്കെ മനസ്സിനെ കിടിലം കൊള്ളിച്ചുകൊണ്ട് രൂപം കണ്ടു. അവർ നോക്കുമ്പോൾ വാമനാവതാരത്തിലെ പോലെ തൻ്റെ ശരീരത്തിനെ അങ്ങനെ അങ്ങോട്ട് വലുതാക്കിയിട്ട് അവൻ ആ വാഴയുടെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് പൊളിച്ച് പുറത്തേക്ക് കൊണ്ടുവരേണ്ട അവസ്ഥയുണ്ടാക്കി. അവൻ്റെ തൊണ്ടയുടെ ഉള്ളിൽ കയറിയിട്ടാണ് അത്ര വളർന്നത്. അതുകൊണ്ട് കണ്ണുകൾ തള്ളി, പ്രാണവേദന കൊണ്ട് പൊളഞ്ഞ്, മല പോലുള്ള ശരീരം, പെരുമ്പാമ്പ് വാലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടൊക്കെ അടിച്ച് അതിൻ്റെ അതിൽ നിരവധി വൃക്ഷങ്ങളൊക്കെ തകർത്ത് ആ ജീവൻ ശിരസിൻ്റെ ബ്രഹ്മരന്ധ്രം ഭേദിച്ച് പുറത്തുപോയി. ഭഗവാൻ മോക്ഷവും കൊടുത്തു അവന്. ഈ അസുരൻ്റെ വിഷവായു കൊണ്ട് കുറേ ബാലന്മാർ മരിച്ചു പോയിരുന്നു ഓൾറെഡി അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ആ വായുള്ളിൽ ഈ ബഹളം മുഴുവൻ നടക്കണ കാരണം ഇത് മുഴുവൻ ഇളകി മറിയല്ലേ, പല്ല് കുറത്തിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ മരിച്ചു. അവരൊക്കെ ഭഗവാൻ ജീവിപ്പിച്ചു. അഘാസുരൻ്റെ ദേഹത്തുനിന്ന് ഒരു തേജസ് ആകാശത്തിലേക്ക് ഉയർന്നിട്ട് അത് തിരിച്ചു വന്ന് ഭഗവാന്റെ പാദങ്ങളിൽ വന്നങ്ങോട്ട് ലയിക്കണത് ഈ കുട്ടികൾ കണ്ടു. അങ്ങനെ അഘാസുരൻ പാപം നശിച്ചു. ഒരു ഉപാസകനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പാപങ്ങളൊക്കെ നശിക്കുന്ന ഒരു രംഗമാണ് അഘാസുര മോക്ഷം വായിക്കുന്നത്. ഏറ്റവും നമ്മുടെ സകല കർമ്മദോഷങ്ങളും മറയാൻ, നശിച്ചു പോകാനായിട്ട് വളരെ നല്ലതാണ്. നമ്മൾ വേദത്തിൽ അഘമർഷണ സൂക്തം എന്ന് പറഞ്ഞിട്ടൊരു സൂക്തമുണ്ട്. ഇത് പൂജയൊക്കെ പഠിച്ചവർക്കറിയാം. ഈ അഘമർഷണ സൂക്തം അഘത്തിനെ, പാപത്തിനെ ഇല്ലായ്മ ചെയ്യാനുള്ള സൂക്തമാണ്. ആ അഘമർഷണ സൂക്തം ജപിച്ചാലുള്ള അതേ ഫലമാണ് ഈ അഘാസുരമോക്ഷം വായിച്ചാലും പഠിച്ചാലും. എങ്ങനെയാണെങ്കിലും വളരെയധികം സന്തോഷിച്ചു എല്ലാവരും. ഇപ്പോൾ പരീക്ഷിച്ച് ചോദിക്കുക, ഈ എന്താ പറയുക, ഇത് വളരെ ആശ്ചര്യമായിട്ടിരിക്കണമല്ലോ,
എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഗോപന്മാർ കുട്ടികൾക്കൊക്കെ വലിയ സന്തോഷമായി. അവർ അഘാസുരനെ ഭഗവാൻ കൊന്ന വിവരം പക്ഷെ വീട്ടിലറിയിച്ചത് 1 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അന്ന് ശുഗൻ ചുമ്മാ ഒന്ന് ഇട്ട് കൊടുത്തു. ഞാൻ പറഞ്ഞില്ലേ, ക്യൂരിയോസിറ്റി ഉണ്ടാക്കാൻ കഥയിൽ തിരിച്ചിങ്ങോട്ട് ചോദ്യം വരാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം എന്തെങ്കിലും. അപ്പോൾ അതെന്താ അങ്ങനെ എന്ന് ചോദിക്കുള്ളൂ. അങ്ങനെ മനസ്സിനെ ഭഗവാനിൽ നിർത്തി കൊണ്ടുപോയി. ഞാൻ 2ാമത്തെ ദിവസമായിട്ട് പറഞ്ഞില്ലേ, നമ്മളിവിടെ ഇരുന്നിട്ട് അനവധി കാര്യങ്ങൾ ചർച്ച ചെയ്യും, അനവധി കാര്യങ്ങൾ പറയും, ഇൻഫർമേഷൻസ് പലതും വരും. പക്ഷേ അതൊന്നും നമ്മൾ വീട്ടിൽ പോകുമ്പോൾ ഓർക്കില്ല. അയാൾ എന്തൊക്കെയോ പറഞ്ഞു, അത്രേ ഉള്ളൂ. ഞാനും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കും ഓർമ്മയുണ്ടാവില്ല. പക്ഷെ നമുക്ക് എന്താ കിട്ടണം? 2 മണിക്കൂറോ 3 മണിക്കൂറോ ഒരു ദിവസം മുഴുവനോ ഭഗവാനെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്നു പലതരത്തിലും. അതിൽ കവിഞ്ഞിട്ട് വേറെ ഒന്നും കിട്ടാനില്ല. അപ്പോൾ പരീക്ഷത്തിൻ്റെ മനസ്സിൽ ഒരു തരി പോലും സംസാരത്തിൻ്റെ ബന്ധം വരാതിരിക്കാൻ തുടർച്ചയായിട്ട് ഭഗവാനെ കുറിച്ചിട്ട് ശിവമഹർഷിയുടെ ആ ഒരു സ്കില്ല് ഭയങ്കരമാണ്. അദ്ദേഹം അവിടെ ഇത്രയും പറഞ്ഞിട്ട് പറയണേ, ഈ കുട്ടികളൊക്കെ 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് വീട്ടിൽ ചെന്നിട്ട് ഈ വിവരം പറഞ്ഞു. അതെന്താ അത്? അവരന്ന് വൈകുന്നേരം അപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോയില്ലേ ചോദിക്കും. അത് പറഞ്ഞുതരാം. 5ാമത്തെ വയസ്സിലാണ് ഈ സംഭവം നടന്നത്. പക്ഷെ ഭഗവാൻ 6 വയസ്സായപ്പോഴാണ് ഇവരിത് വീട്ടിൽ പറഞ്ഞത്. അതെന്താണെന്ന് അപ്പോഴും മനസ്സിലായില്ല. അതെന്തുകൊണ്ടാണെന്ന് അങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയണു, തൻ്റെ അതായത് പരീക്ഷിത്ത് ഇങ്ങനെ അത്ഭുതത്തോടെ ചിന്തിക്കുകയാണ്. ഭഗവാൻ അഘാസുരൻ്റെ വായിന്ന് ഈ ബാലന്മാരെ രക്ഷിച്ചതിന് താനും അനുഭവസ്ഥനല്ലേ? എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ ഞാൻ കിടക്കുമ്പോൾ ചതുർബാഹുവായിട്ട് ഒരു രൂപത്തിനെ ഞാൻ കണ്ടില്ലേ, മരതക പർവ്വതം പോലെ. ആ ഗർഭത്തിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ആ ശിശു ഇങ്ങനെ കണ്ടു, തന്നെ സംരക്ഷിച്ച് നിൽക്കണ ഒരു വലയം, അതിൻ്റെ അകത്തൊരു ദിവ്യ പുരുഷൻ. ആ പുരുഷൻ തന്നെ പുറത്തുനിന്ന് വന്നിട്ടൊരു ഭയങ്കരമായിട്ടുള്ള ഒരു അഗ്നിയിൽ നിന്ന് രക്ഷിക്കുന്നതായിട്ട് താൻ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതേപോലെ ആയിരിക്കില്ലേ ഭഗവാൻ അവരെ രക്ഷിച്ചിട്ടുണ്ടാവാന്ന് ആലോചിച്ച് കണ്ണീര് വാർക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഈ സംശയത്തിനുള്ള ഇമോഷണലാവണമെന്ന് കണ്ടപ്പോൾ ഇതിട്ട് കൊടുത്തു, അടുത്ത ജിജ്ഞാസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പറഞ്ഞു അത് ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് 13ാമത്തെ അധ്യായത്തിൽ അതിമനോഹരമായിട്ടുള്ളൊരു ശ്ലോകം, ആ വനഭോജനത്തിൻ്റെ ശ്ലോകമാണത്. ബിഭ്രദ്വേണും ജഡരപടയോ ശൃംഗവേത്രേ ജകക്ഷേ വാമേ ബാണോ മസൃണകപലം തദ്ഫലാന്യം കുലീഷു തിഷ്ടൻ മധ്യേ സ്വപരി സുഹൃതോ ഹാസയൻ നർമ്മഭിസ്വൈ സ്വർഗേ ലോകേ മിഷതി ബുഭുജേ യജ്ഞബുഗ്ബാലകേളി. ഭഗവാന്റെ ശോഭ എത്രയാണെന്ന് വർണ്ണിക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു രൂപമാണ്. ഭഗവാനെ ശരിക്കും ധ്യാനിക്കാൻ ഏറ്റവും മനോഹരമായിട്ടുള്ള ഈ ബർഹാവിടം പോലെ തന്നെ അതിമനോഹരമായിട്ടുള്ളൊരു ശ്ലോകമാണ്. തൻ്റെ അലൗകികമായിട്ടുള്ള ശോഭയെ എല്ലാ ദിക്കിലും ഭഗവാൻ പരത്തിയിരിക്കണമെന്ന്. ഭഗവാന്റെ തേജസ്സിൻ്റെ ഹൈറ്റ് പറയണം. കാരണം ഭഗവാൻ എന്ന് പറഞ്ഞാൽ അത്യധികം തേജസ്സുള്ളൊരു കുട്ടിയായിരുന്നു. കാഴ്ചയിൽ വസുദേവനിലേക്ക് ഭഗവാൻ പ്രവേശിച്ചപ്പോൾ, വസുദേവൻ്റെ ചിത്തത്തിൽ ഭഗവാൻ പ്രവേശിച്ച സമയത്ത് വസുദേവനെ കണ്ട സൂര്യനെ പോലെയായി എന്നാണ് പറഞ്ഞു. വസുദേവൻ്റെ ശരീരത്തിൽ നിന്ന് ആ ചൈതന്യം ദേവകിയിലേക്ക്, ദേവകിയുടെ മനസ്സിലേക്ക് പ്രവേശിച്ചപ്പോൾ ദേവകിയെ കണ്ട വെളുത്തവാവിലെ ചന്ദ്രനെ പോലെയായി എന്നാണ് പറഞ്ഞു. എന്നിട്ടാണ് ഭഗവാന്റെ ജനനം. അത് ഭഗവാന്റെ പ്രവേശം തന്നെ അങ്ങനെയാണ്. അപ്പോൾ താൻ തന്നെ ആ ശരീരത്തിൽ പുറത്ത് വരുമ്പോൾ ഭഗവാന്റെ തേജസ് എന്തായിരിക്കും നമുക്ക് സങ്കല്പിക്കാമല്ല. ആ തേജസ് മുഴുവൻ പറയുന്ന ഒരിതാണ്. ഭഗവാൻ തൻ്റെ ആ മനോഹരമായിട്ടുള്ള വേണുഗാനം പൊഴിക്കണ മുരളിയെ ആ ഓടക്കുള്ളിലെ അരക്കെട്ടിൽ ഈ വയറിൻ്റെ മുൻവശത്തായിട്ട് ഇങ്ങനെ കുത്തി ഇറക്കി വെച്ചിരിക്കുകയാണ്. സൈഡിലില്ല, ഇങ്ങനെ ശൃംഗവേത്രം എന്ന് പറയും. ശൃംഗവേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൃംഗവും വേത്രവും, കൊമ്പും ചൂരലും. പശുക്കളെ വിളിക്കാനാണ് ഈ കൊമ്പ്, ആ കാഹളന്മാരി വിളിക്കാൻ. കയ്യിലൊരു ചൂരൽ വടി ഉണ്ടാവും, അത് കക്ഷത്തിലാണ് വെച്ചിരിക്കുന്നത്. ഇടത്തെ കയ്യിൽ നല്ല മധുരം ചേർത്തിട്ടുള്ള തൈര് സാദം, വാമനമൂർത്തിയുടെ അതേ ഭാവമാണ് ശരിക്കും. കയ്യിൽ തൈര് സാദം, ദധ്യന്നം എന്ന് പറയും, അത് കയ്യിൽ പിടിച്ചിരും. പിന്നെ ബാക്കി ഈ വിരലുകളുടെ ഇടയിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഈ വിരലിൻ്റെ ഇടയിൽ ഒരു കഷ്ണം ഇഞ്ചി, ഒരു കഷ്ണം നാരങ്ങ, ഒരു കഷ്ണം മാങ്ങ, ഇതൊക്കെ വെച്ചിരിക്കുകയാണ്. അതൊക്കെ അച്ചാറുകളാണ്. ഉപ്പിലിട്ട് വെച്ചതിനെ അമ്മ കൊടുത്തതിനൊക്കെ കയ്യിൻ്റെ ഇടയിൽ തിരികെ വെച്ചിട്ട് ഇരിക്കുകയാണ്. ഈ ഗോപകുമാരന്മാരൊക്കെ ഭഗവാനെ എങ്ങോട്ട് നീങ്ങാൻ സമ്മതിക്കാണ്ട് നീ എൻ്റെ അടുത്ത് ഇരിക്കണം പറഞ്ഞപ്പോൾ ഭഗവാൻ ഒരു കാര്യം ചെയ്യുക, പണി എളുപ്പാക്കാം, ഞാൻ നടുക്കിരിക്കാം, നിങ്ങളൊക്കെ വട്ടത്തിലിരിക്കുക പറഞ്ഞു. അങ്ങനെ അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അടുത്തിരിക്കാൻ പറ്റി. മറ്റേതെന്ന് വെച്ചാൽ ഒരാളുടെ അടുത്ത് അപ്പുറത്ത് ഇരുന്നിട്ടല്ല കഴിക്കേണ്ടി വരിക. ഇതെല്ലാവരും വട്ടത്തിരിക്കണം, ഭഗവാൻ നടുക്കിരിക്കണം. അങ്ങനെ ആ ചമ്രം പടിഞ്ഞിരുന്നിട്ട് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് കയ്യിൽ ഓരോ ഇടയ്ക്ക് നാരങ്ങ തൊടും, കഴിക്കും, ചോറ് കഴിക്കും, നാരങ്ങയോട് കഴിക്കും, ഇങ്ങനെ അച്ചാറ് ഇങ്ങനെ ആ കഴിച്ചുകൊണ്ടിരിക്കണ ആ ഭഗവാനെ മനസ്സിൽ ധ്യാനിക്കാനാണ് പറയണത്. അതിനിടയ്ക്ക് ഓരോ ഡയലോഗൊക്കെ അടിക്കും. ഇന്ന് അമ്മ ഈ വെച്ചിട്ടുള്ളത് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ ചിരിക്കും. ഓരോരുത്തരെ ഓരോ തമാശകളൊക്കെ പറഞ്ഞ് അങ്ങനെ ചിരിപ്പിച്ചുകൊണ്ട്, അപ്പോൾ ചിലർക്ക് തലയിൽ കയറും, അപ്പോൾ അവരെ ഈ കൈകൊണ്ട് തലയ്ക്കൊന്ന് തട്ടിക്കൊടുക്കും, തൊണ്ടേ കയറണ്ട എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെയൊക്കെ ഒരു 5 വയസ്സുള്ളൊരു കുട്ടി ഇതൊക്കെ ചെയ്യുന്നതായിട്ടുള്ളൊരു സങ്കല്പം വയ്ക്കുക. എന്നിട്ട് പറയുക, ആരാണോ എല്ലാ യജ്ഞങ്ങളുടെയും ഏകമാത്രനായിട്ടുള്ള ഭോക്താവ്,
സകലത്തിൻ്റെയും വാസുദേവമയം ജഗത്ത് എന്ന് പറയുക അല്ലേ. നമ്മൾ എന്തിൻ്റെയും ഭോക്താവ്, എന്തിനേയും സ്വീകരിക്കണത് അവനാണ്. അവൻ ആ ഗോപകുമാരന്മാരുമായിട്ട് ചേർന്നിട്ട് അമ്മ രാവിലെ കെട്ടിക്കൊടുത്ത ആ തൈരും ചോറും കുറച്ച് അച്ചാറും ഒക്കെ കൂട്ടിയിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ രുചിയായിട്ട് കഴിക്കണത് സ്വർഗത്തിലെ ദേവന്മാർ പോലും ആനന്ദത്തോടു കൂടി കണ്ടിട്ട് ആകാശമാർഗത്തിൽ ഭഗവാൻ ഭക്ഷണം കഴിക്കണത് കാണാൻ നിരന്ന് നിന്നു എന്നാണ് പറയുന്നത്. ഈ സമയത്താണ് ബ്രഹ്മാവിന് മോഹം ഉണ്ടാവണം. ബ്രഹ്മാവിന് മോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മോഹം? സ്രഷ്ടാവിൻ്റെ ശക്തിയാണ് ബ്രഹ്മാവ്. ആ ബ്രഹ്മാവിന് പോലും ഭഗവാനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇത് തെറ്റ് പറയാൻ പറ്റില്ല അദ്ദേഹത്തിന്. അദ്ദേഹം 2-ാമത്തെ സ്കന്ധത്തിൽ നാരദനോട് പറയുന്നുണ്ട്, ഭഗവാന്റെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് എനിക്കോ മഹാദേവനോ പോലും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അപ്പോൾ അതിൻ്റെ തുടർച്ച, അതിൻ്റെ ഒരു വിഷ്വൽ ഇൻ്റർപ്രിട്ടേഷനാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്നത്. ഈ നേരത്ത് ഇവരിരുന്ന് കഴിക്കുമ്പോൾ ഈ പശുക്കുട്ടികളൊക്കെ ഇങ്ങനെ മേഞ്ഞിട്ട് അങ്ങോട്ട് അവിടെ എവിടേക്കോ അപ്പുറത്തൊരു പുല്ലിൻ്റെ മേടിൻ്റെ അപ്പുറത്ത് പോയി. പെട്ടെന്ന് ഈ പശുക്കുട്ടികളെ കാണാണ്ടായപ്പോൾ ഗോപന്മാർക്ക് ആകെ ഈ കുട്ടികൾക്ക് ടെൻഷനായി. കാരണം എന്താ വെച്ചാൽ വീട്ടിൽ പോയാൽ നല്ല അടി കിട്ടി. ഈ പശുവിനെ ഏതെങ്കിലും മിസ്സായി കഴിഞ്ഞാൽ വല്ല സിംഹത്തെ പിടിച്ചാലോ അവർ ചാടി അടിക്കാമ്പോൾ പറയും നിങ്ങളൊക്കെ കഴിക്കൂ, ഞാൻ നോക്കിയിട്ട് വരാം. അപ്പോഴേക്കും മൂപ്പര് എന്നിട്ട് ആ ബാക്കിയുള്ള ഉരുളെ വായിലിട്ടിട്ട് കയ്യൊക്കെ ഇങ്ങനെ ആക്കി അവിടെ ഏതൊരു ചോലയിൽ പോയിട്ട് കുറച്ച് കയ്യൊക്കെ ഇങ്ങനെ കഴുകി അവിടെ നിന്ന് ഓടിയിട്ട് ഇങ്ങനെ ഓടക്കോളും വിളിച്ചിട്ട് ഇവരെവിടെ അവർ നോക്കുമ്പോണ്ട് ഒറ്റ പശുവിനെയും കാണാനില്ല. അവിടെയൊക്കെ തിരഞ്ഞു, ആ താഴ്വരയിൽ പോയി നോക്കി, അവിടെ പോയി കാണാൻ. അപ്പോൾ ഭഗവാൻ എന്തോ ഇതിൽ പെശകുണ്ട് എന്ന് തോന്നാൻ തുടങ്ങി. തിരിച്ച് വേഗം ഇരുന്ന സ്ഥലത്ത് വന്നപ്പോൾ കഴിച്ചുകൊണ്ടിരുന്നവരെയും കാണാനില്ല, അവരെയും കാണാനില്ല, ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന കൂട്ടുകാരെയും കാണാനില്ല. അപ്പോൾ ഒന്ന് സൂക്ഷ്മമായിട്ട് ചിന്തിച്ചപ്പോൾ മനസ്സിലായി ഇത് ബ്രഹ്മാവ് മറച്ചാണ്. ബ്രഹ്മാവ് ഒരു നിമിഷത്തേക്കേ പാവം മറച്ചുള്ളൂ, ഒരു ത്രുടി. പക്ഷെ ബ്രഹ്മാവിൻ്റെ ഒരു ത്രുടി ഇവിടെ ഒരു കൊല്ല. അപ്പോൾ ആ മറച്ചു കഴിഞ്ഞപ്പോൾ ശരി എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു. തൻ്റെ തന്നെ രൂപം കൊണ്ട് ഇവരെയൊക്കെ പുനഃസൃഷ്ടിച്ച് ഓരോ ഡീറ്റെയിലും ഒരുത്തിന് ഇവിടെ ഒരു ചെളിയായിട്ടുണ്ടെങ്കിൽ അതുപോലും ബ്രഹ്മത്തിൻ്റെ സ്വഭാവം അതാണ്. എന്തൊക്കെ പ്രപഞ്ചത്തിൽ എവിടെയൊക്കെ ഇരിക്കണോ അത് അതേപടി അദ്ദേഹത്തിന് പുനഃസൃഷ്ടിക്കാൻ സാധിക്കും. അങ്ങനെ പുനഃസൃഷ്ടിച്ച് വൈകുന്നേരം ആയപ്പോൾ ഒരു കൂട്ട ആൾക്കാർ പോണമാതിരി കൂക്കുകയും വിളിക്കുകയും ഒക്കെ ചെയ്തിട്ട് മൂപ്പരോട് തമ്മിൽ തല്ലി. മൂപ്പര് തന്നെ പശുവിൻ്റെ മുതുക് ചൊറിഞ്ഞു. പശുവാകണ ബ്രഹ്മത്തിനെ കൃഷ്ണനാകണ ബ്രഹ്മം ചൊറിഞ്ഞു കൊടുത്ത് അങ്ങനെ പോയി. ഇത് നമ്മൾ ഈ ലോകത്തിൽ ഇന്നും നടക്കുന്ന കാര്യം തന്നെയാണ്. നമുക്ക് ആ ബോധമില്ലാത്തതിൻ്റെ പ്രശ്നമാണ്. സൃഷ്ടിയുടെ മായ കരുതുന്നത് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിനെ മറയ്ക്കാൻ പറ്റുമെന്ന് വിചാരിക്കുമ്പോൾ ബ്രഹ്മം അതിന് ഒരു നിദർശനം ഉണ്ടാക്കി കൊടുക്കണം. ഇതൊന്നുമില്ലെങ്കിൽ ഇതൊക്കെ നിലനിൽക്കും. കാരണം എൻ്റെ മായയിൽ നിങ്ങളുടെ ആരുടെയും സഹായത്തിൻ്റെ ആവശ്യം വരുന്നില്ല. അങ്ങനെ അന്നത്തെ ആ യാത്രയിലുണ്ടായ ഏറ്റവും വലിയ വ്യത്യാസം എന്താ വെച്ചാൽ ഇതിൽ ചില ഗോപന്മാർ പിള്ളേർ തനി കുരുത്തം കെട്ടവരായിരുന്നു. വീട്ടിൽ അവരെ കൊണ്ടൊക്കെ ശല്യം കാരണം ഇവറ്റകൾ രാവിലെ ഒന്ന് ഇറങ്ങിപ്പോയാൽ മതി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയുള്ള പിള്ളേരുണ്ടായിരുന്നു. ഈ കൃഷ്ണനോടുള്ള സ്നേഹം സ്വന്തം മക്കളോട് പോലും ഇല്ലാത്ത അച്ഛനമ്മമാർ ധാരാളം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് വൈകുന്നേരം ഈ ടീമുകളൊക്കെ വീടുകളിൽ വന്ന് കയറിയപ്പോൾ ഒരു വ്യത്യാസം സംഭവിച്ചു. എല്ലാ അച്ഛനമ്മമാർക്കും ഈ കുരുത്തം കെട്ട പിള്ളേരോടൊക്കെ ഭയങ്കര സ്നേഹം. ഈവൻ പശുക്കിടാങ്ങളെ ശ്രദ്ധിക്കാത്ത തള്ളപ്പശുക്കൾ പോലും ഭയങ്കരമായിട്ട് നക്കുക. എല്ലാവർക്കും അവരവരുടെ കുട്ടികളോട് ഭയങ്കര സ്നേഹം. അവരെ കൃഷ്ണനെ എങ്ങനെയൊക്കെ അലങ്കരിക്കുമോ അതുമാതിരിയൊക്കെ അലങ്കരിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഒരു വർഷക്കാലം ഇവരൊക്കെ ആനന്ദത്തിലങ്ങോട്ട് ആറാടി. കാരണം എല്ലാ വീട്ടിലും കൃഷ്ണനാണ്, പശുക്കളും കൃഷ്ണനാണ്, കുഞ്ഞുങ്ങൾ പശുക്കുട്ടികൾ. കാരണം ഇവർ ചെറിയ ടീംസിന് ചെറിയ പശുക്കളെയല്ലേ മേയ്ക്കാൻ കൊടുക്കുള്ളൂ. വലിയ പശുക്കൾക്കും ഇത് തങ്ങളുടെ കുഞ്ഞുങ്ങളല്ല എന്ന് തോന്നിയില്ല. മാത്രമല്ല കൂടുതൽ സ്നേഹം തോന്നി, കൂടുതൽ പാല് കൊടുത്തു. അതുമാതിരി ഈ പിള്ളേരൊക്കെ താടിച്ചു കൊഴുത്തു. കാരണം സാധാരണ 2 ഉരുള കഴിയും, ആ മതി കഴിച്ചത് ഇത് ഉണ്ടാക്കി വെച്ച മുഴുവൻ തീർക്കണ്ടെന്നൊക്കെ പറഞ്ഞ അമ്മമാർ കഴിക്കണില്ലേ മോനെ ഇനിയും കഴിക്കൂ പറഞ്ഞിട്ട് കൊടുക്കാൻ തുടങ്ങി. ഇതൊക്കെ വാങ്ങി ഭുജിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം തന്നെ എല്ലാമായി ഇരുന്ന് നമ്മൾ സാധാരണ മഹാദേവൻ്റെ ഒരു പ്രമാണത്തിൽ പറയും ശിവോദാത ശിവോഭോക്ത ശിവസർവവിധം ജഗത്ത്. ശിവൻ തരണു, ശിവൻ കഴിക്കണു, ശിവൻ തന്നെ എല്ലാം ജഗത്തുനിന്ന്. അതേ അർത്ഥം തന്നെയാണ്. അങ്ങനെ സകലതുമായിട്ടിരുന്നിട്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവ് ഈ 1 മിനിറ്റ് മറച്ചിട്ട് ഒന്ന് പോയിട്ട് എന്തോ കാര്യം ചെയ്തിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും പുള്ളി നോക്കുമ്പോൾ അതേ എന്താ പറയുക ഗോപന്മാരും ഇരുന്ന് അവിടെ ഇരിക്കുന്നുണ്ട്, ഇവരും ഇരിക്കുന്നുണ്ട്, പശുക്കളും ഉണ്ട്, എല്ലാം ഉണ്ട്, കൃഷ്ണനുണ്ട്. പുള്ളിക്ക് മനസ്സിലായില്ല. ആ മായയിൽ പെട്ടു എന്ന് ബോധ്യം വന്ന നിമിഷം അറിവ് കൊണ്ട്, ജ്ഞാനം കൊണ്ട്, ബ്രഹ്മദൃഷ്ടി കൊണ്ട് നോക്കിയപ്പോൾ എല്ലാം കൃഷ്ണനായിട്ട് കണ്ടു എന്നാണ്. നോക്കുമ്പോൾ ഗോപന്മാരൊക്കെ ചതുർബാഹുക്കൾ, പശുക്കളും ചതുർബാഹുക്കൾ. അവരുടെയൊക്കെ പൊക്കിളുന്നുണ്ട്, ഒരു താമരയുണ്ട്, അതിലൊക്കെ താനിരിക്കുന്നുണ്ട്, എല്ലാറ്റിലും താനിരിക്കുന്നുണ്ട്, സകലത്തിലും ബ്രഹ്മാവുണ്ട്. പത്മനാഭനായിട്ട് തന്നെയാണ് എല്ലാവരെയും കാണുന്നത്.
അത് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം ആ മറച്ചു വെച്ചവരെയൊക്കെ തിരിച്ചു കൊടുക്കും. അവർക്കൊന്നും പൂർവ്വസ്മൃതി ഉണ്ടായില്ല, നടന്നതും മറന്നുപോയി എന്നാണ്. ഇനി ആ ഒരു കൊല്ലം ഉണ്ടായിരുന്ന അറിവൊക്കെ കൊടുക്കുകയും ചെയ്തു. കാരണം എന്താ വെച്ചാൽ തലയിൽ വെച്ചാൽ ഇനി അമ്മമാരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ മാസമല്ലേ നിനക്ക് തന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് ഓർമ്മ വേണ്ടേ. അപ്പോൾ അതൊക്കെ കൊടുത്തു, അതെല്ലാം കൊടുത്ത് അവരെ തിരിച്ചു കൊണ്ടുപോയി. അപ്പോൾ ആ സമയത്ത് ബ്രഹ്മാവ് ചെയ്യണ സ്തുതി ഏറ്റവും വിശേഷപ്പെട്ട സ്തുതിയാണ്. അത് പഠിക്കണം എന്നാണ് ഞാൻ പറയുക. അതിൻ്റെ അർത്ഥം അറിഞ്ഞ് പഠിക്കണം. ഭഗവാന്റെ രൂപം എന്താണ്, ഭഗവാന്റെ ഭാവം എന്താണ്, ഭഗവാൻ എന്തിനാണ് ഇങ്ങനെ ഒരു ശരീരം എടുത്തിട്ടുള്ളത് എന്നൊക്കെ വിസ്തരിച്ച് പറയണു. ഏത് സ്തുതിയിലെയും പോലെ ആദ്യം സഗുണ രൂപത്തിൽ ഭഗവാന്റെ കാണാവുന്ന രൂപത്തിനെ ബ്രഹ്മാവ് സ്തുതിക്കണം. അതിനുശേഷം പടിപടിയായിട്ട് നിർഗുണഭാവത്തിനെ സ്തുതിക്കണം. ഭഗവാനെ എങ്ങനെയാണ് ബ്രഹ്മാവ് മനസ്സിലാക്കിയത് അതേ ക്രമത്തിൽ അവിടെ സ്തുതിച്ചു കൊടുക്കണം. അതിലത്തെ ബ്രഹ്മസ്തുതിയിൽ 21-ാമത്തെ ശ്ലോകം വളരെ പ്രധാനമാണ്. കോ വേത്തി ഭൂമൻ ഭഗവൻ പരാത്മൻ യോഗേശ്വരോ ദീർഭവതസ്ത്രിലോക്യ ക്വവാ കഥം വാ കതി വാ കഥേതി വിസ്താരയൻ ക്രീഡസി യോഗമായാം. 21-ാമത്തെ ശ്ലോകം, അധ്യായം 14. മാർക്കേണ്ടവർ മാർക്ക് ചെയ്ത് വയ്ക്കാം. ഭഗവാനെ അവിടുന്ന് അനന്തനായിട്ടുള്ള പരമാത്മാവാണ്, യോഗേശ്വരേശ്വരനാണ്, യോഗേശ്വരന്മാർക്കും ഈശ്വരനായിട്ടുള്ളവരാണ്. അങ്ങനെയുള്ള അങ്ങ് സ്വന്തം യോഗമായ കൊണ്ട് വിസ്താരം ചെയ്തിട്ട് താൻ തന്നെ പലതായിട്ട് പെരുകിയിട്ട് ലീലകൾ ചെയ്യണു. ആ ലീലകളുടെ രഹസ്യം അറിയാൻ ഈ 3 ലോകത്തിലും വേറെ ആരാളുള്ളത്? അങ്ങയുടെ ലീലാരഹസ്യം അറിയാൻ, എന്തിനാണ് ഈ ലീലകൾ എന്നറിയതിന് എപ്പോൾ ഏത് സമയത്ത് എത്രയെത്ര ലീലകൾ നടക്കുന്നറിയാൻ ആരെ കൊണ്ടാണ് കഴിയാതെ? എപ്പോൾ നടക്കും, എത്ര ലീലകൾ ചെയ്തു, എങ്ങനെയൊക്കെ ചെയ്തു, ഇതൊന്നും ആർക്കും പറയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. 21-ാമത്തെ ശ്ലോകം, അധ്യായം 14, ദശമസ്കന്ധത്തിൽ. പുസ്തകം കൊണ്ടുവരണേന് ഉപകാരം ഉണ്ടാവണ്ടേ? അത് ഭഗവാൻ നമുക്ക് തരണ പ്രസാദങ്ങൾ, അങ്ങനത്തെ ശ്ലോകങ്ങൾ. അതിനുശേഷം ഭഗവാൻ ഈ തൻ്റെ യഥാർത്ഥ സ്വരൂപത്തിനെ മറച്ചിട്ട് അത്ഭുത ലീലകൾ കാണിച്ചിട്ട് എല്ലാവരെയും മോഹിപ്പിച്ചിരുന്നു പരീക്ഷത്തെ. ഇങ്ങനെ ഭഗവാന്റെ ഐശ്വര്യത്തിനെ അദ്ദേഹം പറ്റണമാതിരി കഷ്ടപ്പെട്ട് മറച്ചാൽ പോലും ചില സമയങ്ങളിൽ ആൾക്കാർക്ക് സംശയം തോന്നാൻ തുടങ്ങിയിരുന്നു. ഇതൊരു സാധാരണ ആളല്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവാൻ തുടങ്ങിയിരുന്നു. അതിനുശേഷമാണ് 6 വയസ്സ് കഴിഞ്ഞ ആ ഭഗവാന്മാർ കാർത്തിക മാസത്തിലെ ശുക്ലാഷ്ടമി ദിവസം നല്ല മുഹൂർത്തം നോക്കിയിട്ട് വലിയ പശുക്കളെ കൂടെ വിടുന്നു. അങ്ങനെയൊക്കെയാണ് അന്ന് നമ്മൾ ജോലി തുടങ്ങുമ്പോൾ നല്ല ദിവസം നോക്കി ചെയ്യില്ല. അതുമാതിരി പശുവിനെ മേയ്ക്കാൻ പോകാം, ചുമ്മാ ഒരു അന്നോട്ട് പശുവിനെ എടുത്ത്, അങ്ങനെയല്ല. കാർത്തിക മാസത്തിൽ വെളുത്ത പക്ഷത്തിൽ അഷ്ടമി ദിവസത്തിൽ ബലരാമനും കൃഷ്ണനും കുളിച്ചു വന്ന് അച്ഛനമ്മയൊക്കെ തൊഴുത് മുതിർന്നവരുടെയൊക്കെ അനുഗ്രഹം വാങ്ങിയിട്ടാണ് മുതിർന്ന പശുക്കളെ മേയ്ക്കാനായിട്ട് പുറപ്പെടുന്നത്. അങ്ങനെ ആ പുറപ്പെട്ട അന്നത്തെ ദിവസമാണ് നമ്മൾ ഇന്നും ഗോപാഷ്ടമി എന്ന് പറഞ്ഞിട്ട് കൊണ്ടാടുന്നത്. ഭഗവാൻ ആദ്യമായിട്ട് ശരിയായിട്ടുള്ള പശുപാലകനായിട്ട് പ്രമോഷൻ കിട്ടിയ ദിവസമാണത്. മനസ്സിലായില്ലേ? അങ്ങനെ ആ വൃന്ദാവന പ്രദേശങ്ങളിൽ മുഴുവൻ ഭഗവാൻ ഈ പശുക്കളെയും കൊണ്ട് നടന്ന് പോകാത്ത മുക്കും മൂലയില്ല. അവിടുത്തെ ഓരോ പൊടിമണ്ണും ഭഗവാന്റെ പാദസ്പർശം ഏറ്റതാക്കി മാറ്റി അതിനെ പുണ്യഭൂമിയാക്കി മാറ്റി എന്നാണ് പറഞ്ഞത്. അവിടെയൊക്കെ വളരെ ഉറക്കെ അങ്ങനെ ഹൈ പിച്ചിലാണ് ഓടക്കോളം അങ്ങോട്ട് വായിക്കുക. അങ്ങനെ വായിച്ചിട്ട് അല്ലെങ്കിലേ ആനന്ദസ്വരൂപിയാണ് ബലരാമൻ. ആ ബലരാമനെ കൂടുതൽ ആനന്ദസ്വരൂപമായിട്ട് സദാ ബലരാമൻ പകുതി അടഞ്ഞ കണ്ണോടെ അത്ര നടക്കുക അനിയൻ്റെ കൂടെ നടക്കുമ്പോൾ. കാരണം എപ്പോഴും വായിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക, ഈ പാട്ടിങ്ങനെ വായിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. ബലരാമന് നല്ല രസമാണ്. അദ്ദേഹം ഇങ്ങനെ നടക്കും. എന്നാൽ ഭയങ്കര ഞാനാണ് എൻ്റെ അനിയൻ്റെ പ്രൊട്ടക്ടർ എന്ന മട്ടിലാണ് നടക്കുക. യഥാർത്ഥ ഭാവത്തിലറിയാം ഈ നരിന്താണ് എൻ്റെ പ്രൊട്ടക്ടർ എന്ന്. പക്ഷേ എന്നാലും അവിടെ നടക്കുമ്പോൾ താനാണ്. ആ നീലപ്പട്ട കൊടുത്ത് നല്ല വെളുവെളുന്ന് സുന്ദരനാണ് ബലരാമൻ, കാണാൻ നല്ല തേജസ്സായിട്ടിരിക്കും. അപ്പോൾ മഞ്ഞപ്പട്ട് എടുത്തിട്ട് ഈ മരതകം പോലുള്ള ശരീരമായിട്ടുള്ള അനിയനെയും കൊണ്ട് ഇങ്ങനെ നടക്കുക. 2 പേരെയും ആ രാമകൃഷ്ണന്മാരെ മനസ്സ് നിറഞ്ഞ് നമസ്കരിക്കുക എല്ലാവരും. അങ്ങനെ ആ വൃന്ദാവനത്തിൽ ഭഗവാൻ ആ സഞ്ചരിക്കുമ്പോൾ ഭഗവാന്റെ ഈ വേണുഗാനം ഇങ്ങനെ ചെയ്ത് സഞ്ചരിക്കുമ്പോൾ മൃഗങ്ങളും പക്ഷികളും പശുക്കളും സകലരും സന്തോഷിക്കണം കണ്ടു കഴിഞ്ഞാൽ അത് കണ്ടിട്ടൊരു സന്തോഷം ഭഗവാന് വേറെ അത്ര. ഭഗവാൻ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, അവരെ രസിപ്പിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അങ്ങനെ ആ ഭൂമി ധന്യയായിട്ട് ഭവിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന ആ കാലത്ത് വളരെ എന്താ പറയുക, ഒരു വല്ലാത്തൊരു സംഭവം നടക്കും.
ഈ ധേനുകൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുരൻ ഇവരുടെ ഇടയിൽ കടന്നുകൂടും. അതായത് കടന്നുകൂടുക എന്ന് പറഞ്ഞാൽ ഈ ധേനുകനെ കൊല്ലണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഈന്തപ്പഴത്തിനോട് ഭയങ്കര ആർത്തിയാണ്. അപ്പോൾ ഈന്തപ്പഴം പറിക്കാൻ ഒരു താലവനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുപ്രസിദ്ധമായിട്ടുള്ളൊരു സ്ഥലമുണ്ട്. കംസൻ്റെ കൊട്ടാരത്തിലേക്ക് മദ്യം വാറ്റുന്ന സ്ഥലം കൂടിയാണത്. ഒരു ഡിസ്റ്റിലറിയാണ് അവിടെ ഉള്ളത്. അതിൻ്റെ കാവക്കാരായിട്ട് കഴുതകളുടെ രൂപത്തിലുള്ള മൂഢബുദ്ധികളായിട്ടുള്ള അസുരന്മാരെ സങ്കല്പിച്ചിരിക്കുന്നത്. അതിൽ ധേനുകാസുരൻ എന്ന് പറഞ്ഞവനാണ് അതിൽ പ്രധാനി. താലവനത്തിൻ്റെ അകത്ത് ഒരു ദിവസം കയറാമെന്ന് ചേട്ടനും അതിനും കൂടെ അങ്ങോട്ട് തീരുമാനിക്കും. അപ്പോൾ ബാക്കിയുള്ളവരൊരു വെറുതെ അബദ്ധത്തിന് പോകണ്ട, കാര്യം ഞങ്ങൾക്ക് തിന്നാനൊക്കെ കൊതിയുണ്ട്, പക്ഷേ ഇവറ്റകളുടെ ഈ പിൻകാലോടുള്ള ചവിട്ട് കൊണ്ടാൽ നമ്മൾ ചത്തുവും, കഴുതകളാണല്ലോ ചവിട്ടും. ബലരാം പറയും അതൊക്കെ ഒന്ന് നോക്കണ്ട, നമുക്ക് കയറാതെ പറയും. അല്ലേ കൃഷ്ണ പോവല്ലേ ചോദിച്ചു. പിന്നെന്താ ചേട്ടാ പോവാ പറയും. ഇവർ രണ്ടുപേരും കൂടെ അതിൻ്റെ അകത്ത് കയറി ഓരോ മരത്തിനും കയറി അതിനെ കുലുക്കുക മറിക്കുക. അപ്പോൾ ഈ ഇതങ്ങനെ കൊഴിഞ്ഞു വീഴുന്ന ശബ്ദം കേട്ടിട്ട് ഈ കഴുതകൾ ഓടി വന്നു. ഈ ധേനുകൻ അടക്കം ഓടി വന്നപ്പോൾ ഇതേ കുറേ പിള്ളേർ പിള്ളേർ കയറിയിട്ട് ഇതൊക്കെ ഇതാക്കണം. അപ്പോൾ അവർ മുക്കുറയൊക്കെ ഇട്ടിട്ട് ഓടിക്കാൻ നോക്കും, അതൊന്നും നടക്കില്ല. അവസാനം അത് യുദ്ധമാവും. ഈ ധേനുകൻ്റെ കാലിൽ പിടിച്ചിട്ട് കറക്കി എറിഞ്ഞ് അവനെ വധിക്കുകയാണ് ചെയ്യണം. അങ്ങനെ ധേനുകാസുരനെ വധിക്കുന്നു. മൂഢബുദ്ധികളെ, മദ്യസേവ ചെയ്യുന്ന മൂഢബുദ്ധികൾ എന്ന് പറയും. അതിനും സമാധി ഭാഷയിൽ അനവധി അർത്ഥങ്ങളുണ്ട്. ധേനുകവധം പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാളിയമർദ്ദനം പറയണു. കാളിയമർദ്ദനം ഞാൻ വിസ്തരിക്കുന്നില്ല, അതൊക്കെ ഞാൻ വളരെ വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ളതുണ്ട്, കേൾക്കാവുന്നതാണ്. അതിലൊരു ചുരുക്കം മാത്രമായിട്ട് പറയാം. അഹങ്കാരം നിറഞ്ഞ മനസ്സ് എന്താണോ ഹിരണ്യകശിപു പ്രതിനിധാനം ചെയ്തിരുന്നത്, അതേ അഹങ്കാരത്തിനെ തന്നെ ഭഗവാൻ നശിപ്പിക്കുന്നതാണ് ആ കഥ. കാളിയൻ എന്തുകൊണ്ട് ഗരുഡനെ പേടിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സർപ്പവും ഗരുഡനും ആയതുകൊണ്ടല്ല. ഗരുഡൻ എന്ന് പറഞ്ഞാൽ ശാസ്ത്രരൂപിയാണ്, വേദമാണ്. ഞാൻ പറഞ്ഞു ഛന്ദസ്സാണ് ഗരുഡൻ എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശാസ്ത്രമുള്ള അവിടെ അഹങ്കാരത്തിന് ഇരിക്കാൻ പറ്റില്ല. ശാസ്ത്രം യഥാവിധി പഠിച്ചവന് അറിവ് ഭാരമാവില്ല. ഈ പ്രോബ്ലം എവിടെ വരണം വെച്ചാൽ കുറേ വേദാന്തം പഠിക്കും, അല്ലെങ്കിൽ കുറേ വേദം പഠിക്കും, കുറേ അറിവുണ്ടാക്കും, പക്ഷെ അത് ഭാരമായ അത് നശിപ്പിക്കുകയുള്ളൂ ആളെ. അറിവ് ഭാരമാവരുത്. അറിവ് ഭാരമായ കഴിഞ്ഞു. അപ്പോൾ ഇവിടെ കാളിയനെ സംബന്ധിച്ചിടത്തോളം കാളിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷയവാസനയിൽ നിന്നുണ്ടാവുന്ന അഹങ്കാരമാണ്, അറഗൻസാണ്. രണ്ട് തരത്തിലാണ് ഒരാളുടെ മിടുക്ക് കാണുക നമ്മൾ. അറിവിൽ നിന്ന് കോൺഫിഡൻസ് ഉണ്ടാവും, അറിവില്ലായ്മയിൽ നിന്ന് അറഗൻസ് ഉണ്ടാവും. അറിവില്ലായ്മയിൽ നിന്ന് അറഗൻസാണ് ഉണ്ടാവുക. നമ്മുടെ കാലഘട്ടത്തിൽ 99% കാട്ടിക്കൂട്ടലുകൾ അറഗൻസാണ്. കോൺഫിഡൻസ് ഉള്ളവൻ മിണ്ടില്ല, ശാന്തനായിരിക്കും. പക്ഷെ ശാന്തത നമ്മുടെ കാലഘട്ടത്തിൽ ദൗർബല്യത്തിൻ്റെ ലക്ഷണമായിട്ടാണ് കാണുന്നത്. യഥാർത്ഥ ശാന്തൻ അതിഭയങ്കരനായിരിക്കും. അങ്ങനെയുള്ളവനെ നരസിംഹ ആവുള്ളൂ. യഥാർത്ഥ ശാന്തനെ നരസിംഹ ആവാൻ പറ്റുള്ളൂ. മഹാദേവൻ പരമശാന്തനാണ്. അതുകൊണ്ടാണ് അഘോര രൂപം വരുന്നത്. അഘോരത്തിന് രണ്ടർത്ഥ, പരമശാന്തനും ഘോരതയുടെ മാക്സിമം ഉള്ളവനും. അതാ അവസ്ഥയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കുമാരനാശാൻ പറഞ്ഞിട്ട് ഭാവത്തിൻ പരകോടിയിൽ സ്വയം അഭാവത്തിൻ സ്വഭാവം വരാമെന്ന് എഴുതി വെച്ചിട്ടുള്ളത്. ഫാൻ ഭയങ്കര സ്പീഡിൽ കറങ്ങുമ്പോൾ ടോർച്ചടിച്ച് നോക്കിയാൽ ഫാൻ നിൽക്കണ മാതിരി തോന്നും. ശരിയല്ലേ? കളിച്ചിട്ടില്ലേ? നമ്മളൊക്കെ കളിച്ചിട്ടുണ്ട്, ഇരുട്ടത്ത് ടോർച്ചടിച്ചിട്ട് കളിച്ച് നോക്കാം. അപ്പോൾ ഈ ഇത്രയും പറഞ്ഞു കഴിഞ്ഞ് ആ കാളിയമർദ്ദനം കഴിഞ്ഞു. അവസാനം കാളിയൻ്റെ അടുത്ത് കാളിയൻ്റെ പത്നിമാർ വന്നിട്ട് മംഗല്യഭിക്ഷ ചോദിക്കുമ്പോഴാണ് ഭഗവാൻ വിട്ടുകൊടുക്കുന്നത്. കാളിയൻ തന്നെ ചോദിക്കുന്നു, ഭഗവാനെ അവിടെ നിന്നല്ലേ എന്നെ കോപസ്വഭാവത്തോട് കൂടിയിട്ട് സൃഷ്ടിച്ച്, എന്നിട്ട് എന്നെ എങ്ങനെ ശിക്ഷിക്കാൻ പാടുമോ ചോദിക്കും. അപ്പോൾ പറയും, നീ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട, നീ രമണക ദ്വീപിലേക്ക് പൊക്കോ, ഗരുഡൻ നിന്നെ അവിടെ വന്ന് ഉപദ്രവിക്കില്ല. അതായത് ശാസ്ത്രത്തിൻ്റെ ഉപദ്രവമില്ലാതെ എവിടെ പോയിരിക്കാം, ശാസ്ത്രത്തിൻ്റെ ശല്യം ഇല്ലാണ്ട്. പ്രപഞ്ചത്തിൽ നെഗറ്റീവാണെന്ന് നമ്മൾ കരുതുന്നതിന് പോലും ഭഗവാൻ ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരു അഭയസ്ഥാനമുണ്ട്, പക്ഷെ അവിടെ ഇരിക്കണം. അത് അദ്ദേഹം അസൈൻ ചെയ്തിട്ടുള്ള സ്ഥലത്ത് അത് ഇരുന്നോളണം. അല്ലാതെ വേറെ സ്ഥലത്ത് കയറി കളിച്ചാൽ ഭഗവാൻ ഇടപെട്ടിരിക്കും. അതാണ് പ്രപഞ്ചത്തിൻ്റെ സമതുലിത നിലനിർത്താൻ വേണ്ടിയുള്ള ഭഗവാന്റെ ഓരോ അവതാരവും. പ്ലസ് മൈനസ് എന്ന് പറഞ്ഞിട്ടൊരു വസ്തു ശരിക്കും ഇല്ല പ്രപഞ്ചത്തിൽ നോക്കിയാൽ. നമ്മുടെ ധർമ്മത്തിൽ ബ്ലാക്കും വൈറ്റും ആയിട്ടുള്ള ഒരു സങ്കല്പമില്ല. അങ്ങനെ കാളിയമർദ്ദന കഥ പറയണു, കാളിയൻ്റെ പൂർവ്വകഥ പറയണു, കാളിയൻ എങ്ങനെയായിരുന്നു ഗരുഡനെ പേടിച്ചിട്ട് ഇവിടെ വന്നതെന്നൊക്കെ പറയണു. അന്നത്തെ ദിവസം ആ കാളിയൻ്റെ വിഷം കൊണ്ട് മരിച്ചു കിടന്നവരെയൊക്കെ അദ്ദേഹം പുനർജീവിപ്പിക്കും. അതിലൊരുപാട് കഥയുണ്ട്. കാളിയൻ്റെ ആ നൃത്തം നടക്കുന്ന സമയത്ത് ഗോപന്മാർ മുഴുവൻ ഓടി വരും, യശോദബോധം കെട്ട് വീഴും, നന്ദൻ എടുത്ത് ചാടാൻ പോവും, യമുനയിലേക്ക് ഫുൾ ഡ്രാമയാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് അവർ അന്ന് രാത്രി അത്രയും ദൂരം വന്നതുകൊണ്ട് തിരിച്ചു പോകാതെ കാട്ടിൽ തന്നെ കിടക്കുമ്പോഴാണ് രാത്രി പെട്ടെന്ന് നിലവിളിച്ചിട്ട് ഒരാൾ എണീക്കുമ്പോൾ നോക്കുമ്പോൾ ചുറ്റും കാട്ടുതീയാണ്. അപ്പോൾ ഇവരെല്ലാവരും കാണാൻ ഭഗവാൻ ആ കാട്ടുതീനെ വലിച്ചു കുടിക്കും. അതാണ് ദാവാഗ്നിപാനം എന്ന് പറയുന്നത്. നമ്മൾക്ക് മനസ്സ് വല്ലാണ്ട് ചുടുമ്പോൾ, തീവ്രമായിട്ടുള്ള വേദന വരുമ്പോൾ, അല്ലെങ്കിൽ അതിഭയങ്കരമായിട്ടുള്ള ഉപദ്രവം മറ്റുള്ളവരിൽ നിന്നുണ്ടാകുമ്പോൾ ദാവാഗ്നിപാന ഭാഗം വായിക്കുന്നത് വളരെ വിശേഷമാണ്. ഭഗവാൻ എൻ്റെ മനസ്സിൻ്റെ ചൂട് മുഴുവൻ വലിച്ചു കുടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സങ്കല്പം വെച്ചിട്ട് അത് പ്രാർത്ഥിച്ചിട്ട് സമർപ്പിക്കുക.
അത് ചെയ്യുന്നത് വളരെ വിശേഷമാണ്. അതിനുശേഷം പ്രലംബാസുരനെ കൊല്ലുന്നു. വീണ്ടും മുഞ്ചാടവിയിൽ വെച്ചിട്ട് ഗോപന്മാരെയും പശുക്കളെയും കാട്ടുതീയിൽ നിന്ന് ഭഗവാൻ രക്ഷിക്കുന്നു. അവിടെയും ഭഗവാൻ 2 തവണ അദ്ദേഹം ഈ അഗ്നിപാനം ചെയ്യുന്നുണ്ട് അടുപ്പിച്ചിട്ട്. അതിനൊക്കെ സമാധി ഭാഷയിൽ അനവധി അർത്ഥങ്ങളുണ്ട്, നമുക്ക് സമയമില്ല. അത് കഴിഞ്ഞ് വർഷക്കാലത്തിൻ്റെ ഭഗവാന്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കഥ ഇങ്ങനെ പോവാണ്. 7ാമത്തെ വയസ്സിൽ ഇനി ഗോവർദ്ധനോദ്ധാരണമൊക്കെ വരാനുണ്ട്. അങ്ങനെ 6ാമത്തെ വയസ്സിലത്തെ ലീലകൾ അവസാനിപ്പിക്കാൻ പോവുകയാണ് പറഞ്ഞിട്ട്. ആ വർഷം മഴ നല്ലോണം കിട്ടി. അത് കഴിഞ്ഞ് ആ മഴക്കാലത്തിൻ്റെ മനോഹാരിത വർണ്ണിക്കണം. കാരണം ഋതുക്കളുടെ വർണ്ണന എപ്പോഴും ആവശ്യമാണ്. ഋതുക്കൾ വർണ്ണിക്കണം എന്താ വെച്ചാൽ സാധനയുടെ മാർഗത്തിൽ സാധകൻ ഉയർന്നു പോകുന്ന സമയത്ത് എന്ത് പരിസ്ഥിതികൾ വന്നാലും ബ്രഹ്മഭാവം മാറ്റമില്ലാണ്ട് നിൽക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കാലാവസ്ഥയുടെ വർണ്ണനം കൊടുക്കുന്നത്. ആ വർഷക്കാലം കടന്നു പോകണു. അത് കഴിഞ്ഞ് ശരത്കാലം വരുന്നു. ശരത്കാലം ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട കാലമാണ്. ശരത്കാലത്തിലെ വെളുത്തവാവിൻ്റെ അന്നാണ് രാസക്രീഡ നടക്കുന്നത്. ആ ശരത്കാലത്തേക്ക് പ്രവേശിക്കുകയാണ്. ആ വർണ്ണന പറഞ്ഞതിന് ശേഷം ഭഗവാന്റെ നാദബ്രഹ്മരൂപമായിട്ടുള്ള വേണുഗാനം പറയണു. ശബ്ദബ്രഹ്മമാണ് വേണുഗാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൃഷ്ണൻ ആദിദൈവിക സ്വരൂപനും തേജോമയനുമായിട്ടുള്ള ആളാണെന്ന് ഗർഭസ്തുതിയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഗർഭസ്തുതിയിൽ പറഞ്ഞിട്ടുള്ള ആ ഭാഗം വളരെ വിസ്തരിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഗർഭസ്തുതി നന്നായിട്ട് വായിച്ചു പഠിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും വേണുഗാനം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കും. ഭഗവാന്റെ കയ്യിലെ ഓടക്കുഴലാവാൻ വേണ്ടിയുള്ള ആഹ്വാനമാണ് വാസ്തവത്തിൽ വേണുഗാനം. നമ്മൾ തട്ടും തടവും അമ്മയുടെ കൈ ആരെയും പിടിച്ചോളൂ കേട്ടോ, അത് താല് ധരിച്ചിട്ടുണ്ട്. അതായത് ഞാൻ എപ്പോഴും കോട്ട് ചെയ്യുന്ന ഒരു മന്ത്രമാണ് ഉപനിഷത്തുക്കളിൽ ഭദ്രം കർണേവി ശൃണിയാമദേവ എന്ന്. ചെവി കൂടെ നല്ല വാർത്തകൾ കേൾക്കട്ടെ. ഭഗവാന്റെ വേണുഗാനം ബ്രഹ്മവിദ്യയാണ്, നാദബ്രഹ്മമാണ്. അത് ചെവി കൂടെ കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ ജീവിതങ്ങൾ. നമ്മൾ തട്ടും തടവില്ലാത്തവരാവണം. എന്തെങ്കിലുമൊക്കെ കല്ലും കട്ടയും വെച്ചിരുന്ന നമ്മളൊക്കെ ഓരോ മുളക്കുഴലുകളാണ്. അതെടുത്തിട്ട് മൂപ്പരിടയ്ക്ക് ഊതി നോക്കും. നമ്മളെയൊക്കെ നല്ലതല്ല എന്ന് കണ്ടാൽ അതിനടുത്ത് വലിച്ചെറിയും. അതുകൊണ്ട് നല്ലതായിട്ടിരിക്കാൻ, തെളിമയോട് കൂടിയിട്ടിരിക്കാൻ ശ്രമിക്കുക. തെളിമയോട് കൂടിയിട്ടിരിക്കാൻ അല്ല, അമ്മ അവിടെ നിന്നോളൂ, നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കോളൂ, കുഴപ്പമില്ല, ശ്രദ്ധ പോകണ്ട. കാരണം ഇതൊക്കെ കിട്ടില്ല. ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു. നാളെ വൈകുന്നേരം മറ്റന്നാളൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഈ ദിവസം നിങ്ങളിരുന്ന് ആലോചിക്കും എന്തിനാ വെറുതെ നഷ്ടപ്പെടുത്തണത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഭഗവാന്റെ രൂപത്തിനെ അവിടെ പറയാണ്. പീലിക്കിരീടം, പുഷ്പകുണ്ഡലങ്ങൾ, അതുമാതിരി സ്വർണ്ണവർണ്ണമുള്ള പീതാംബരം, വൈജയന്തി മാല, നടവരനായിട്ടുള്ള ആ കൃഷ്ണചന്ദ്രൻ വേണുദ്വാരത്തിൽ, അതായത് ഓടക്കുഴലിൻ്റെ ആ നാളത്തിൽ തൻ്റെ അധരത്തിനെ ചേർത്തിട്ട് ഗോപപാലന്മാരാൽ അനുഗ്രഹീതനായിട്ട് ആ വൃന്ദാവനത്തിൽ പ്രവേശിക്കുകയാണ് ഭഗവാൻ. ആ കാഴ്ച ഗോപികൾ കാണുകയാണ്. കാരണം അഖിലം മധുരം, അധരം മധുരം എന്ന് പറഞ്ഞിട്ട് തുടങ്ങണം. വല്ലഭാചാര്യരുടെ അഷ്ടകം കേട്ടിട്ടില്ലേ? എല്ലാം മധുരമാണ്, എല്ലാം മധുരമാണെന്നാണ് പറയണം. കുന്നിക്കുരുവിൻ്റെ മാലകളൊക്കെ ഇട്ടിട്ടാണ് ഭഗവാന്റെ വൃന്ദാവന പ്രശോഭനം. ആലോചിച്ച് നോക്കും, മരതകം പോലുള്ള ശരീരത്തിൽ കുന്നിക്കുരുവിൻ്റെ മാലയൊക്കെ കിടക്കുമ്പോഴുള്ള ചന്തം എന്തുമാത്രമായിരിക്കുന്നു. അപ്പോൾ അവനവൻ്റെ സങ്കല്പശക്തിയെ എത്രത്തോളം മൂർത്തിമദ്ഭാവത്തിലൊരു സാധകൻ എത്തിക്കാൻ പറ്റുമോ അതിനുതകുന്ന വിധത്തിലാണ് ശുഗമഹർഷി കൃഷ്ണൻ്റെ ശരീരവർണ്ണന നടത്തിയിട്ടുള്ളത്. അങ്ങനെ ഭഗവാൻ ഈ വൃന്ദാവനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് 1-ാമത്തെ ശ്ലോകം ജന്മാദ്യസേതോ എന്നുള്ളതിൻ്റെ വേദാർത്ഥമാണ്. അതിൻ്റെ അവസാനം വേദമന്ത്രം ഗായത്രിയെ സൂചിപ്പിച്ചിരിക്കുന്നു. സത്യം പരം ധീമഹി എന്ന് പറഞ്ഞിട്ട് ആ വേദത്തിനെയാണ് ഭഗവാൻ ഓടക്കുഴലിൽ കൂടെ ഊതി നമുക്ക് തരുന്നത് എന്ന് പറഞ്ഞു. അതെങ്ങനെയാണ്? രംഗേ യഥാ നടവരൗ ക്വചഗായമാനോ. രംഗഭൂമിയിൽ 2 ശ്രേഷ്ഠന്മാരായിട്ടുള്ള നടന്മാരിരിക്കുന്നത് പോലെ പ്രകൃതി പുരുഷ സംഗമം കൊണ്ടുണ്ടായിട്ടുള്ള ഭഗവാന്റെ ലീലയെ വർണ്ണിക്കണു. ആ 2 നടന്മാർ ചേട്ടനും അനിയനുമാണ്. അങ്ങനെ ആ രംഗത്ത് ഭഗവാന്റെ ആ വേണുഗാനത്തിൽ ശാസ്ത്രങ്ങൾ പഠിക്കണ്ട, സത്സംഗങ്ങൾക്ക് പോകണ്ട, ഒരു മന്ത്രവും ജപിക്കണ്ട, ഒരു സ്തോത്രവും ജപിക്കണ്ട, ഒന്നും ചെയ്യണ്ട. ഓടക്കുഴലിൻ്റെ നാദം കേട്ടോണ്ടിരുന്നതിൻ്റെ താന ബ്രഹ്മത്തിൽ ലയിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കുന്നതാണ് ഭഗവാന്റെ വേണുഗാനം. ഗുരുവായൂരപ്പൻ ഓടക്കുഴൽ ചുണ്ടിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ അതിന്ന് മനസ്സിലാക്കാം ബാക്കിയെല്ലാം ലയം, എല്ലാം പോയി. നാദലയം എന്ന് നമ്മൾ പറയുന്നത് അതാണ്. നൃത്തം ചെയ്യുന്ന നർത്തകൻ നൃത്തമായിട്ട് മാറുമ്പോൾ നടരാജനാവും. നൃത്തം ചെയ്യുന്ന നർത്തകൻ നൃത്തമായിട്ട് മാറും. ഡാൻസ് ചെയ്തിട്ട് ഡാൻസർ ബിക്കംസ് ദ ഡാൻസ്. അതാണ് ലയം. അത് നടരാജനാണ്. അതുകൊണ്ടാണ് നടരാജൻ്റെ മന്ത്രത്തിന് നൃത്തമന്ത്രം എന്നാണ് പറയുക. അതേപോലെ ഓടക്കുഴലെടുത്ത് വായിക്കുന്ന കണ്ണൻ വായിച്ച് ആ സംഗീതമായിട്ട് അങ്ങോട്ട് മാറും.
അതുകൊണ്ട് വേണുഗാനം ഭഗവാന്റെ നാദരൂപമായതുകൊണ്ടാണ് അതിനെ നാദബ്രഹ്മം എന്ന് പറയണത്. അതിൻ്റെ തത്വാർത്ഥം അങ്ങനെയാണ്. നമുക്ക് മനസ്സിന് വലിയ വിഷമങ്ങൾ വരുന്ന സമയത്ത് ശാന്തമായിട്ടിരുന്നിട്ട് പ്രാണനെ ശ്രദ്ധിച്ച് ശ്വാസമൊക്കെ ഒന്ന് നേരാക്കിയതിന് ശേഷം വെറുതെ ഇരുന്ന് ഭഗവാന്റെ വേണുഗാനത്തിനെ മനസ്സിൽ ധ്യാനിക്കുക, അത് കേൾക്കാൻ ശ്രമിക്കുക. നിത്യം ഒരു സാധന പോലെ 2 മിനിറ്റോ 5 മിനിറ്റോ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു ഘട്ടത്തുമ്പോൾ കേൾക്കാൻ തുടങ്ങും. അത് കേൾക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് കയറിപ്പോകും. ഭാഗവതത്തിൽ ഓരോ അധ്യായത്തിനും ഓരോ സാധന പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഒന്നിലധികം സാധനകൾ പെട്ട്. വേണുഗാനത്തിൻ്റെ സാധന, വേണുഗാനത്തിനെ നമ്മൾ സങ്കല്പിക്കുക എന്നുള്ളതാണ്. അത് ഹരിപ്രസാദ് ചൗരാസ്യ വെക്കണ റെക്കോർഡ് വെച്ചിട്ട് കേൾക്കുകയല്ല, നമ്മുടെ ഉള്ളിൽ നമുക്കറിയുന്ന പോലെ സങ്കല്പിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് 4 മണിയായി. വേണുഗാനം പറഞ്ഞ് അവസാനിപ്പിക്കണം. ഭഗവാൻ നിങ്ങളെല്ലാവരെയും മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ ശരണം. സർവേശ്വര വേണുഗോപാല ഭഗവാനെ സ്വാമിയേ ശരണമയ്യപ്പ.